ഓക്കെ, കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഓ ഓ, രണ്ടുണ്ട്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. തന്നിരുന്നു, എല്ലാവരും ചെയ്തോ? ആദ്യത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് റോങ്ലി സ്പെൽറ്റ്? അത് മിഡീവിയൽ ആണ്. റോങ് ആയിട്ട് തന്നിരിക്കുന്നത് മിഡീവിയൽ എന്ന സ്പെല്ലിംഗ് ആണ്. ദ ഫ്രേസ് എ ടെറിബിൾ ബ്യൂട്ടി, എവിടെയാ അത് കണ്ടിരിക്കുന്ന ടെറിബിൾ ബ്യൂട്ടി? WPH. ഈറ്റ്സിന്റെ. ഓക്കെ, WB ഈറ്റ്സിന്റെ ഇതിലാണ്. Aristotle's definition, an imitation of an action that is serious, complete, and of a certain magnitude, refers. Tragedy. ട്രാജഡിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം അത് തന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെ നോട്ടിലുണ്ട്, ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ദ ടേം ഹുബ്രിസ്, അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹുബ്രിസ് മീൻസ്, അതിലെ ഞാൻ കുറച്ച് ടേംസ് ആയിട്ട് തന്നിട്ടുണ്ട് ഇല്ലേ? ആ ടേംസ് എല്ലാം തന്നെ ഒന്ന് പഠിക്കണം കേട്ടോ. ടേംസ് അപ്പൊ ഇവിടെ പ്രൈഡ്, ബ്രിസ് മീൻസ് പ്രൈഡ്. ആ ടേംസ് കൃത്യമായിട്ട് അതെല്ലാം ഇതിന്റെ ഒപ്പം തന്നെ വായിക്കണം. ബ്രിസ്, PDF ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെയുള്ള ബാക്കിയെല്ലാം കൂടി ഒന്ന് വായിക്കണേ. ആംബിക് പെൻഡാമീറ്റർ ദാറ്റ് റൈം ഇൻ പെയേഴ്സ്. ഏതാ? ഞാൻ ഇപ്പൊ അടുത്ത് ഞാൻ തന്നു അത്. അല്ല, ഹീറോയിക് കപ്ലറ്റ് ആണ്. ഹീറോയിക് കപ്ലറ്റ് ആണ്. ആൻ ആംബിക് പെൻഡാമീറ്റർ ദാറ്റ് റൈം ഇൻ പെയർ, പെയർ ആയിട്ട് വരും, അത് ഹീറോയിക് കപ്ലറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഇന്നലെ തന്ന ബ്ലാങ്ക് വേഴ്സും അതുപോലെ തന്നെ ഷേക്സ്പിയറൻ സോണറ്റിന്റെ പാറ്റേൺ ഒക്കെ നന്നായിട്ട് തന്നെ നോക്കണേ. അതൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ദ ക്രിറ്റിക് ഹു ഡിക്ലെയർഡ് ദാറ്റ് എ പോയറ്റ് ഷുഡ് അക്വയർ എ സെൻസ് ഓഫ് ട്രഡീഷൻ. നമ്മൾ പഠിച്ചതാ ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട്. ട്രഡീഷൻ ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ക്രിറ്റിക്കൽ എസ്സേ ആരുടെയാ? അല്ല, ട്രഡീഷൻ ആൻഡ് കൾച്ചർ വേറെയാ. ഇത് ക്രിറ്റിക് എന്തോ? കൾച്ചർ ആൻഡ് അനാർക്കി അല്ലേ പഠിച്ചത്? അത് കൾച്ചർ ആൻഡ് അനാർക്കി ആണ്. റൈറ്റ്. അതാരുടെയാ കൾച്ചർ ആൻഡ് അനാർക്കി? ടി.എസ്. എലിയറ്റ് അല്ല. ടി.എസ്. എലിയറ്റിന്റെ ഞാൻ ഇന്നലെ പറഞ്ഞ 2 പോയറ്റിക് ഡ്രാമ ഓർക്കുന്നുണ്ടോ? ടി.എസ്. എലിയറ്റിന്റെ 2 പോയറ്റിക് ഡ്രാമ 20th സെഞ്ചുറിയിലെ ലാസ്റ്റ് ആയിട്ട് വരുന്നത്. ഐ തിങ്ക് കോക്ടെയിൽ പാർട്ടി ആൻഡ് വൺ മോർ. ഇതായിരുന്നു പോയറ്റിക് ഡ്രാമ എന്ന് പറഞ്ഞിട്ട്. അത് ഒന്നാമത്തെ കോക്ടെയിൽ പാർട്ടി എല്ലാവർക്കും അറിയുന്നതല്ല, മറ്റേത് എല്ലാവർക്കും അറിയുന്നതാണ്. എപ്പോഴും ആവർത്തിച്ചു വരുന്നതായിരുന്നു അത്. അയ്യോ, ഏതാ വേർഡ് അതിന്റെ? കോക്ടെയിൽ പാർട്ടി. അങ്ങനെ ഹെഡിങ്ങിൽ തന്നിട്ടായിട്ട് ഞാൻ പോയറ്റിക് ഡ്രാമ തന്നത് ഒന്ന് നോക്കി. യെസ്, അല്ലല്ലോ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പറയാം. കോക്ടെയിൽ പാർട്ടിയും അതിന്റെ ഒപ്പം തന്നെ ഒന്ന് മർഡർ ഇൻ ദ കത്തീഡ്രൽ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ടി.എസ്. എലിയറ്റിന്റെ നമ്മൾ ഇന്നലത്തെ വർക്കിൽ നമ്മൾക്ക് കിട്ടിയതാണ് പോയറ്റിക് ഡ്രാമ, മർഡർ ഇൻ ദ കത്തീഡ്രൽ, അതുപോലെ കോക്ടെയിൽ പാർട്ടി. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പോയറ്റിക് ഡ്രാമയാണ്. ഇവിടെ ക്രിറ്റിക് ഹു ഡിക്ലെയർഡ് ദാറ്റ് എ പേഴ്സൺ ഷുഡ് അക്വയർ എ സെൻസ് ഓഫ് ട്രഡീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് ടി.എസ്. എലിയറ്റ് ആണ്. The poet who referred to some mute in glorious Milton. The poet who referred to some muting glorious Milton. യെസ്, പറയുന്നുണ്ടായില്ലേ? ശരിയാ, ഗ്ലോറിയസ് മിൽട്ടനെ കുറിച്ചിട്ടേ. അത് ഞാൻ എടുത്തു തന്നിട്ടില്ല, പക്ഷെ അതിലായി അങ്ങനെ വരികൾ വരുന്നുണ്ട്. മിൽട്ടനെ കുറിച്ചിട്ട് പ്രശംസിച്ചിട്ട് പറയുന്നതാണ് തോമസ് ഗ്രേയുടെ വർക്കില് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് ചെയ്യാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിലാ തോന്നുന്നത്. അതില് ടി.എസ്. എലിയറ്റിന്റെ അല്ലെ, തോമസ് ഗ്രേ മിൽട്ടന്റെ മാത്രമല്ല, കുറച്ച് വേറെ പേരുകളും തന്നിട്ടുണ്ട്. ആ പോയത്തിലുണ്ട്, പോയത്തിന്റെ വരികളിലുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അത് തന്നിട്ടില്ല. ഞാനത് നോട്ട് ചെയ്ത് വെക്കാം.
അപ്പൊ അത് നോക്കണം കേട്ടോ. അത് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് പോർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ചർച്ചിന്റെ പേര് പറഞ്ഞില്ലേ, അതുപോലെ അത് അങ്ങനെ തന്ന പോലെ എവിടെ പേപ്പർ. അപ്പൊ ആ ഇതില് തന്നിട്ടുള്ള മറ്റ് പേരുകള് ഒന്ന് നോക്കണം. അപ്പൊ ഒരെണ്ണമാണ് ഇദ്ദേഹം. അതൊന്ന് നോക്കണം. ഞാൻ തന്നില്ലെങ്കിൽ തന്നെ എനിക്ക് വാട്സപ്പ് ഇട്ടിട്ടൊന്ന് മെസ്സേജ് ഇടണേ ആരെങ്കിലും, തരാം. അതായത് തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്. തോമസ് ഗ്രേ ഏത് ഭാഗത്ത് വരുന്നതാ? Transitional words. ഓർക്കുന്നുണ്ടോ തോമസ് ഗ്രേ? Transitional words. ട്രാൻസിഷണൽ പോയറ്റ്സ്. ഓക്കെ, അതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കണം. അപ്പൊ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡിൽ കുറച്ച് പോയറ്റ്സിന്റെ പേരുകൾ പറയുന്നുണ്ട്. അതിൽ ഒരാളാണ് മിൽട്ടൺ. ഓക്കെ, ദെൻ ദ ഓതർ ഓഫ് ഡ്രീം ചിൽഡ്രൻ നമ്മൾ പഠിച്ചതാ. ഡ്രീം ചിൽഡ്രൻ എ റെവറി. അത് പറയുമ്പോ നമ്മൾ ഓർക്കണം, നമ്മൾ പ്രോസ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ റൊമാൻറ്റിക് എറയിലെ പ്രോസ് റൈറ്റേഴ്സും പഠിച്ചു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള വിക്ടോറിയൻ എറയിലെ പ്രോസ് റൈറ്റേഴ്സും നമ്മൾ നോക്കി. ഓക്കെ, അപ്പൊ ആദ്യം റൊമാൻറ്റിക് എറയിലെ പ്രോസ് റൈറ്റർ ആണ് ആര്? ആര്? ചാൾസ് ചാൾസ് ലാംബ്. ചാൾസ് ചാൾസ് ലാംബ്. ലാംബിന്റെ ആദ്യത്തെ നമ്മൾ പഠിച്ചതാണ് ഡ്രീം ചിൽഡ്രൻ എ റെവറി, അല്ലെ? അതുപോലെ ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷൻ. പിന്നെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് എ ഡിസർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ്, എസ്സേസ് ഓഫ് ഏലിയ. അതൊക്കെയാണ്. രണ്ടുപേരാണ് അതിൽ പ്രോസ് റൈറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഒന്ന് ചാൾസ് ലാംബും ഒന്ന് വില്യം ഹാസ്ലെറ്റ്. ഹാസ്ലെറ്റ്. ഓക്കെ, വില്യം ഹാസ്ലെറ്റ്. രണ്ടല്ല, മൂന്ന് പേര്. പിന്നെ തോമസ് ഡീക്വിൻസ്. ഡീക്വൻസി. അതില് വില്യം ഹാസ്ലെറ്റ് ആണ് ക്രിറ്റിക് എന്ന് പറയുന്നത്. മേ ഐ അക്വൈൻറ്റൻസ് വിത്ത് ദ പോയറ്റ്സ് എന്ന് പറഞ്ഞത്. പിന്നെ തോമസ് ഡീക്വൻസി എന്ന് പറയുന്നതാണ് കൺഫെഷൻ ഓഫ് എൻ ഓപ്പിയം എഡിറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അത് മൂന്ന് പേരാണ് അപ്പൊ നമ്മുടെ റൊമാൻറ്റിക് എറയിലെ പ്രോസ് റൈറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഈ മൂന്നും നമ്മൾ പഠിച്ചു വെച്ച ഒരെണ്ണം നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. നമ്മൾ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലായിരിക്കണം. ആദ്യം ഞാൻ എഴുതി തന്ന, ഞാൻ ഇപ്പോഴത്തെ PDF ഞാൻ അയച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ആ ഏജ് നിങ്ങളൊന്ന് നോക്കിപ്പോണം. എന്നിട്ട് ഇനിയുള്ള സ്റ്റഡീസ് മുഴുവൻ അങ്ങനെ ആയിരിക്കണം. ആ ഏജ് പറയുന്നു, ആ ഏജിന്റെ ആള്. അത് ഇപ്പൊ പ്രോസ് റൈറ്റർ, സോറി, വിക്ടോറിയൻ എറ പറഞ്ഞു. വിക്ടോറിയൻ എറയിലെ ആദ്യത്തെ പോയറ്റ്സിന്റെ പേര് പഠിച്ചു. പ്രോസ് റൈറ്റേഴ്സ് പറഞ്ഞു, നോവലിസ്റ്റ്, പ്ലേസ്, അങ്ങനെ ആയിരിക്കണം. അപ്പൊ അത് എന്നിട്ട് പേരിങ്ങനെ ഓർക്കുക. അതായിരിക്കണം ഇന്നത്തെ പഠനം. പിന്നത്തെ നമ്മൾ പറഞ്ഞത് വിക്ടോറിയൻ എറയിലുള്ള പ്രോസ് റൈറ്റേഴ്സ് ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ രണ്ട് പേര് വരുന്നത്, അല്ലെ? പ്രോസ് റൈറ്റേഴ്സ്, നോവലിസ്റ്റ്, പ്രോസ് റൈറ്റേഴ്സ്. എസ്സേ ആൻഡ് നോവലാണ് പ്രോസ് റൈറ്ററിംഗിൽ വരുന്നത്. അതില് എസ്സേസ് ആണ് തോമസ് കാർലൈലും ജോൺ റസ്കിൻ. ഓക്കെ, തോമസ് കാർലൈലാണ് നമ്മുടെ ക്ലോത്ത് ഫിലോസഫി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തോമസ് കാർലൈലിന്റെ സാട്ടർ റിസാർട്ട്, ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്, പാസ്റ്റ് ആൻഡ് പ്രസന്റ്. പുസ്തകം എടുത്തിട്ട് ഇരിക്കണേ, അല്ലെങ്കിൽ നമ്മളിത് വെറുതെ എന്തൊക്കെയോ പറയണ്ടെന്ന് വിചാരിക്കും. അടുത്തത് ജോൺ റസ്കിന്റെ 3 വർക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡേൺ പെയിന്റേഴ്സ്, 7 ലാംപ്സ് ഓഫ് ആർക്കിടെക്ചർ, സ്റ്റോൺസ് ഓഫ് വെനീസ്. പിന്നെ ഈ അൺടു ദിസ് ലാസ്റ്റും സീസേം ലിലിസ്. പിന്നത്തെ ഞാൻ പറയാൻ വന്നത് നോവലിസ്റ്റ്. വിക്ടോറിയൻ എറയിലെ പ്രോസ് റൈറ്റേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ നോവലിസ്റ്റ് ആണ് പറയുന്നത്. അതിൽ ചാൾസ് ഡിക്കൻസിന്റെ എല്ലാ വർക്കുകളും കൃത്യമായിട്ട് നോക്കണം. അതില് ഹാർഡ് ടൈംസിന് എന്താ പ്രത്യേകത? അതില് ഡെഡിക്കേറ്റഡ് ടു തോമസ് കാർലൈൽ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, ഇവിടെ ഓതർ ഓഫ് ഡ്രീം ചിൽഡ്രൻ എ റെവറി, അത് ഏത് ടൈപ്പ് ഉള്ളതാണെന്ന് ചോദിക്കും. അതും നമ്മൾ നോക്കണം. പ്രോസ് റൈറ്റേഴ്സിൽ വരുന്ന എസ്സേ ആണോ? എസ്സേസ് ഓഫ് ഏലിയ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കളക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറെയും കളക്ഷൻസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിലല്ല, മറ്റേതിലാന്ന് തോന്നുന്നു, അല്ലെ? അവരുടെയിലാന്ന് തോന്നുന്നുണ്ട് കളക്ഷൻസ്. അത് നോക്കണം. ഇത് ഞാൻ തന്നിട്ടുള്ളതാണ്. 79th, ദ ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ് ഈസ് ദ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഓഫ് എ മേജർ വർക്ക്. ഏതാ? മേജർ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. പ്രല്യൂഡ് എടുത്തു നോക്കിക്കോ. വേർഡ്സ്വർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ എൽഡർ ജനറേഷനിൽ വരുന്ന ആള്. അതില് വേർഡ്സ്വർത്തിന്റെ വർക്കുകൾ ഞാൻ തന്നപ്പോ, എൽഡർ ജനറേഷനിലെ വർക്കുകൾ ഞാൻ തന്നപ്പോ അതിൽ ആദ്യം വേർഡ്സ്വർത്തിന്റെ വർക്കില് പ്രല്യൂഡ്. ഓക്കെ ഇല്ലേ?
ഉണ്ട് ഉണ്ട്. തന്നിട്ടുണ്ട്. അതിൽ തന്നെ എടുത്ത് നോക്കേ. പ്രല്യൂഡ് അതിന്റെ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുണ്ട്, ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ്. കണ്ടോ, കിട്ടിയോ? റൊമാൻറ്റിക് എറയില് വില്യം വേർഡ്സ്വർത്തിന്റെ ടിൻഡേൺ ആബെ, അദ്ദേഹം ഒരു ലേക്ക് പോയിറ്റ് ആണെന്ന് അറിയാലോ. ലേക്ക് പോയിറ്റ് അല്ലാത്തത് ഏതെന്നുള്ള ക്വസ്റ്റ്യൻ വരെ. ടിൻഡേൺ ആബെ, പ്രല്യൂഡ്, അതുപോലെ ലണ്ടൻ മിൽട്ടൺ, ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് സോണറ്റ്സ്, ഐ വിഷ് ഐ വർ എ പെയ്ഗൺ, വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ്, ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ വളരെ എളുപ്പമാണ്, നമ്മൾ വായിച്ചു പോയാം. പിന്നെ ഓഡ്, ഇതിലും വരുന്നുണ്ട് ഓഡ് ഓൺ ദ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഓക്കെ, അതിൽ വന്ന വരികൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, പഠിക്കണം. ലിറിക്കൽ ബാലറ്റ്സിന്റെ വർഷം പഠിക്കണം, 1798, നോട്ട് 89. ഓക്കെ, 789 അല്ല 98, നമ്മൾ ഇന്നലെ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ തൊട്ട് പിന്നാലെ നമ്മുടെ കോളറിഡ്ജിന്റെ റൈം ഓഫ് ദ ആൻഷ്യന്റ് മെറൈനർ പഠിച്ചു. ബയോഗ്രഫി ലിറ്റററി, അദ്ദേഹത്തിന്റെ വർഷം പഠിച്ചു. എത്രയാ? 1817. 1870. ഓക്കെ, കൃത്യമായിട്ട് ഓർക്കണേ. പിന്നെ ഓടുകൾ തമ്മിൽ തെറ്റിക്കരുത്. PB ഷെല്ലിയുടെ ഓടുകൾ, വെസ്റ്റ് വിൻഡ് എന്തായാലും അദ്ദേഹത്തിന്റെ ആണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിലാണ് ഇഫ് വിന്റർ കംസ് കൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്നുള്ള വേർഡൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഓഡ് ടു സ്കൈലാർക്ക്, അദ്ദേഹം സ്കൈലാർക്കിനെ അങ്ങോട്ട് ബ്ലെസ് ചെയ്തിട്ട് ബ്ലിത്തി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതൊക്കെ വരുന്നത് ഓഡ് ടു സ്കൈലാർക്ക്. ക്ലൗഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ജോൺ കീറ്റ്സിന്റെ ആണ് ഓഡ് ഓൺ ഗ്രേഷ്യൻ ഏൺ, ഓഡ് ടു നൈറ്റിംഗേൾ, ഓഡ് ടു ഓട്ടം. ഇത് മൂന്നാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ വേറെ ഒരെണ്ണം കൂടി പറഞ്ഞിരുന്നു. ഏതാ? എഴുതിയില്ല? ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. ഓട് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരുന്നത് വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ, ദ ഗ്രോത്ത് ഓഫ് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ് എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഏതിന്റെ? പ്രല്യൂഡിന്റെ ആണ്. അതും പഠിച്ചു വെക്കണേ. പ്രല്യൂഡിന്റെ ആണ്. അത് എഴുതിയത് വേർഡ്സ്വർത്ത് ആണ്. കോളറിഡ്ജിന്റെ പഠിക്കണം. കീറ്റ്സ്, ഷെല്ലി, ഇതൊന്നും പഠിക്കാതെ പോവരുത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. ഞാൻ ഉറപ്പ് തരികയാണ്. ഞാനിപ്പോ ഈ തന്ന ഷോർട്ട് നോട്ട്, അതായത് ആ ജനറേഷൻ എങ്ങനെ വരണു, അതിന്റെ മേജർ ആയിട്ടുള്ള പോയോ, അത് ആരുടെ ഓതർ ആരാണ്, അവരുടെ ഏതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടം പോലെ മാർക്ക് കിട്ടും. ഓക്കെ, നത്തിങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വേറെ ചോദിക്കും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. വേർഡിന്റെ ലൈൻസ് ഒക്കെ തന്നാൽ നമുക്ക് മനസ്സിലാവില്ല, അതൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇതന്നെ ധാരാളം മാർക്ക് നമുക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അലഫോൺസ് ആണ് അത് വരുന്നത്. ഞാൻ റെഡിയാക്കുന്നുണ്ട്, അത് അയക്കാം. ദ ഫസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് പോയറ്റ് ടു ഡൈ. ഓഹോ, അത് അടിപൊളി. ഏതാ? കീറ്റ്സ് ആണ്. അത് നോക്കാം. ബൈറനും കോളറിഡ്ജും നമുക്ക് വലിയ അറിവില്ല. പക്ഷെ ഷെല്ലി എന്ത് ചെയ്തു? കീറ്റ്സിന്റെ മരണത്തെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് ആള് ഇത് എഴുതി, അല്ലേ? ഓർത്ത് നോക്കിയേ. അഡോണൈസ് ആണോ? ലാസ്റ്റ് ഒരാളുടെ സ്പിരിച്വൽ ബയോഗ്രഫി ആണോ, ഓട്ടോബയോഗ്രഫി? അപ്പൊ ഷെല്ലിക്ക് മുമ്പ് എന്തായാലും കീറ്റ്സ് പോയിട്ടുണ്ട്. ഓക്കെ, ബൈറനും കോളറിഡ്ജിനും അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലൂടെ നമുക്കതിൽ ആൻസർ കണ്ടെത്താനായിട്ട് ഒരെണ്ണം നമുക്ക് കളയാനായിട്ട് പറ്റുമല്ലോ. ക്വാറന്റൈൻ, the word quarantine first indicated a period of 40 days. ഓക്കെ, ഏതെങ്കിലും പ്ലേയിലോ ഇതിലൊക്കെ വന്നതായിരിക്കണം. വെറുതെ ക്വാറന്റൈൻ എന്നുള്ള വേർഡ് ഇവിടെ ചോദിച്ചതല്ല. ഫസ്റ്റ് ഇൻഡിക്കേറ്റഡ് ആ പീരീഡ് ഓഫ്, അത് എന്തായാലും നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ ആ സമയത്ത് കൊറോണയുടെ സമയം കൂടി ആയിരുന്നു, അപ്പൊ അതങ്ങനെ ചോദിച്ചതോ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ഇസ് എ ടേം കോയിൻഡ് ബൈ, ആരാ കോയിൻ ചെയ്തത്? വില്യം ജെയിംസ്. വില്യം ജെയിംസ്. ഓക്കെ, ഞാൻ എഴുതി തന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. തന്നുണ്ടോ? ആ ടേം കോയിൻ ചെയ്തത് വില്യം ജെയിംസ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷനിൽ നോക്കി ജെയിംസ് ജോയ്സ് തന്നേക്കണണ്ട, നമ്മളത് പോയി കറപ്പിക്കരുത്. ജെയിംസ് ജോയ്സ് വില്യം സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കലി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ടേം കോയിൻ ചെയ്തിരിക്കുന്നത് വില്യം ജെയിംസ് ആണ്. നെക്സ്റ്റ്, ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ മീനിങ് ഓഫ് വേർഡുമായിട്ട് ബന്ധപ്പെട്ടത്, അതറിയാന്ന് വിചാരിക്കുന്നു. സെമാൻറ്റിക്സ് ആണ്. പലതരത്തിലുള്ള മീനിങ്ങുകൾ, ഒരു വേർഡിന് തന്നെ പലതരം മീനിങ്. മീനിങ്ങുമായി ബന്ധപ്പെട്ട
ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് വരുന്നത് സെമാൻറ്റിക്സ് ആണ്. സെമാൻറ്റിക്സ്. സലീം സനായ് ഏതാ? അതൊക്കെ അറിയാം. ഏതാ? കിട്ടിയില്ലേ? മിഡ് നൈറ്റ് ചിൽഡ്രനില് ഞാൻ അന്ന് കഥ മറന്നുപോയിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയില്ല. മിഡ് നൈറ്റ് ചിൽഡ്രനിലാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. സലീം സിനായ് ഏതിലാന്നറിയോ? നമ്മുടെ ഡയസ്പോറിക് റൈറ്റേഴ്സ് ഇൻ ബ്രിട്ടൻ. ഡയസ്പോറിക് റൈറ്റേഴ്സ് ഫസ്റ്റത്തെ VS നൈപ്പാൾ, എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്. അതിലാണ് മോഹൻ ബിസ്വാസ് പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഇന്ത്യൻ റൈറ്റേഴ്സിന് തൊട്ട് മുന്നിലായിട്ട് ഞാൻ തന്നിരിക്കുന്നതാണ്. അത് പഠിക്കണം. ഡയസ്പോറിക് റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 പേരെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഒന്ന് VS നൈപ്പാൾ. VS നൈപ്പാള് നോബൽ പ്രൈസ് വിന്നർ ആണ്. അതിന്റെ വർഷം നോക്കണേ. ഇവിടെ VS നൈപ്പാളിന്റെ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസിൽ വരുന്ന പ്രോട്ടഗോണിസ്റ്റ് ആണ് മോഹൻ ബിസ്വാസ്. ഓക്കെ, അതുപോലെ ട്രിനിഡാഡ്. ട്രിനിഡാഡ് അതാണ് ആ റൂറൽ ഏരിയ ഹൗസ് നെയിം ആയിട്ട് വരുന്ന ട്രിനിഡാഡ്. പിന്നെ വരുന്നത് എ ബെൻഡ് ഇൻ ദ റിവർ. ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ് എന്ന് പറയുന്ന ഒരു വർക്ക് VS നൈപ്പാളിന്റെ ആണ്. അതുപോലെ തന്നെ ബെൻഡ് ഇൻ ദ റിവർ വരുന്നതും VS നൈപ്പാളിന്റെ ആണ്. പിന്നെ രണ്ടാമത്തെ ആളാണ് ഡയസ്പോറിക് റൈറ്റേഴ്സിൽ വരുന്ന രണ്ടാമത്തെ ആളാണ് സൽമാൻ റഷ്ദി. സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഇൻ ദ ഇയർ 1980. 1980ലാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എഴുതിയിരിക്കുന്നത്. അതിലാണ് അതൊന്നും എടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് വായിച്ചു നോക്കി. ഇറ്റ് സെറ്റ്സ് അഗെയിൻസ്റ്റ് ഇന്ത്യാസ് ട്രാൻസിഷൻ ഫ്രം ബ്രിട്ടീഷ് കോളനിയലിസം ടു ഇൻഡിപെൻഡൻസ് ആൻഡ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. അതൊക്കെ ആ സമയത്താണ് വരുന്നത്. ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ വർക്കില് മാജിക് റിയലിസം ടെക്നിക്, പോസ്റ്റ് കോളോണിയൽ തീംസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സൽമാൻ won the Booker Prize in the year 1981 and Booker of Booker Prize and the best prize is 2 വർഷം 1993 and the best all time prize in 2018. അപ്പൊ 1993 എന്ന് പറയുന്ന വർക്ക് ബുക്കർ ഓഫ് ബുക്കർ പ്രൈസ് സൽമാൻ റഷ്ദിക്കാണ് കിട്ടിയിരിക്കുന്നത്. 1993 നമ്മുടെ നോട്ട് എടുക്കണേ. പിന്നെ 1981ലാണ് ബുക്കർ പ്രൈസ് സൽമാൻ റഷ്ദിക്ക് 1981. ഓക്കെ, 4 തവണ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആരാ? ഇന്നലെ പറഞ്ഞാണല്ലോ, ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു. റോബർട്ട് ഫ്രോസ്റ്റ്. ഫ്രോസ്റ്റ്. ഓക്കെ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരുപാട് വർക്കുകൾ നമ്മൾ +2 ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അടുത്തത് അപ്പൊ അവിടെയാണ് സൽമാന്റെ കഥയിലാണ് സലീം എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. സലീം സിനായ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇതായിട്ട് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളാണ് സാത്താനിക് വേഴ്സസ് ഷെയിം. സാത്താനിക് വേഴ്സസ് ഞാൻ ഇന്നലെ അത് പറയാൻ വിട്ടുപോയത്. നമ്മുടെ ഓപ്ഷനില് ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് സാത്താനിക് വേഴ്സസ്. സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന വർക്ക് ചെയ്തിരിക്കുന്നത് സൽമാൻ റഷ്ദിയാണ്. മറക്കരുതേ, നിങ്ങൾ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കുക. സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന വർക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സൽമാൻ റഷ്ദിയുടെ വർക്കാണ്. ഷെയ്മും സൽമാൻ റഷ്ദിയുടെയാണ്. അപ്പൊ സലീം സിനായ് എന്ന് പറയുന്ന പ്രോട്ടോഗോണിസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് കോഴ്സ് ഫ്രം മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, എ നോവൽ സെറ്റ് ഇൻ വെസെക്സ്. ഏതാ? വെസെക്സ് നോവലിസ്റ്റ്. അറിയാം, നമ്മൾ വെസെക്സ് നോവലിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് തോമസ് ഹാർഡി. തോമസ് ഹാർഡി. അപ്പൊ തോമസ് ഹാർഡിയുടെ വർക്ക് വരുന്നത് ഏതാ ഭാഗം എന്നാലോചിച്ച് പറയും. തോമസ് ഹാർഡി പോയറ്റ് ആയിട്ടും വരുന്നുണ്ട്. പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഓർമ്മയുണ്ടോ? ആന്തോളജി. പിന്നെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ആയിട്ട് വിക്ടോറിയൻ എറയിൽ വരുന്നതാണ് തോമസ് ഹാർഡി നോവലിസ്റ്റ് ആയിട്ടും. അതിന്റെ തോമസ് ഹാർഡിന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെ ഞാൻ എഴുതി തന്നിട്ടുണ്ട് വെസെക്സ് നോവൽസ്. വെസെക്സ് നോവൽസ് ഏതൊക്കെയാണെന്നൊന്ന് വായിച്ചു നോക്കൂ. ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്, റിട്ടേൺ ഓഫ് ദ നാറ്റീവ്, ദ മേയർ ഓഫ് ദ കാസ്റ്റർ ബ്രിഡ്ജ്, ടെസ് ഓഫ് ദ ഡ്യൂബർവില്ലസ്, ജൂഡ് ദ ഒബ്സ്ക്യൂർ, ദ വുഡ്ലാൻഡേഴ്സ്. ഇതൊക്കെ സെറ്റിങ്സ് എവിടെയാ? വെസെക്സിലാണ്. അപ്പൊ ആ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഭംഗി നോക്കിയേ. സെറ്റ് ഇൻ ദ നോവൽ സെറ്റ് ഇൻ വെസെക്സ് എന്ന് പറഞ്ഞിട്ട് ആളുടെ വെസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോമസ് ഹാർഡിന് ഓർമ്മ വരും.
തോമസ് ഹാർഡിനെ ഓർമ്മ വന്നിട്ട് വേണം തോമസ് ഹാർഡിയുടെ നോവല് തപ്പാൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ഡയറക്റ്റ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. റൂം ഓഫ് വൺസ് ഓൺ ആരുടെയാ? ഇതൊക്കെ പറഞ്ഞു Vir- മടുത്തിരിക്കുക. Virginia Woolf. വെർജീനിയ വോൾഫ്. ഇതൊക്കെ ഒന്ന് തെറ്റിക്കരുതേ. നെക്സ്റ്റ് ഹൈപ്പർബെല്ലെ. ഹൈപ്പർബോൾ എന്നല്ല, ആക്ച്വലി അതിന്റെ പ്രൊനൗൺസിയേഷൻ ഹൈപ്പർബെല്ലെ എന്നാണ്. ഹൈപ്പർബെല്ലെ എന്ന് പറയുന്നത് എന്തിനാ അറിയാം? Overstatement. ഓവർ Overstatement. സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഹൈപ്പർബെല്ലെ. ലാഗോ ഇപ്പോഴത്തെ നമ്മുടെ പ്ലസ് ടുവിന്റെ ബുക്കിലൊക്കെ ഒരുപാട് ഹൈപ്പർബെല്ലെ ഉപയോഗിച്ചിട്ട് വർക്കുകൾ തന്നിട്ടുണ്ട്. തോമസ് നാഷ് ആണെന്ന് തോന്നുന്നു അതിന്റെ ഓതർ. ഒരു പല്ലിന്റെ ഡോക്ടറെ കാണാനിരിക്കുന്ന സമയത്ത് ആ പല്ലിന്റെ വരികള് അതിനെയൊക്കെ ഉപമിച്ച് അങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ട് പല്ല് എടുത്ത് അതില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അദ്ദേഹം റോഡ് പണി നടക്കുന്നതിനോട് അത്രയുമായിട്ട് പരിഗണിച്ചിരിക്കുകയാണ്. അപ്പൊ എക്സാജറേഷൻ ചെയ്തിട്ടാണ്. അപ്പൊ എക്സാജറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ചെയ്തൊക്കെയാണ് ഹൈപ്പർബിൾ. ലാഗോ ഈസ് വൺ ഓഫ് ഷേക്സ്പിയർസ് ബെസ്റ്റ് നോൺ വില്ലനാണ്. Villain. ലാഗോ ഇയാഗോ അല്ലേ? ഇയാഗോ എന്നല്ലേ അത്? അയ്യാണ് ഇതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇയാഗോ ആണ് മറ്റേതിൽ വരുന്നത്. നെപ്പോളിയൻ ആൻഡ് സ്നോബോൾ എവിടെ വരുന്ന? നെപ്പോളിയനും സ്നോബോളും ഇന്നലെ നമ്മൾ പറഞ്ഞതാ. അനിമൽ ഫാം. Family. Animal Farm. അനിമൽ ഫാമിലി. ഓക്കെ, അത് George രണ്ടും Orwell. ജോർജ് ഓർവെലിന്റെയും. അത് പഠിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് പഠിക്കണം. 19th സെഞ്ചുറിയിലെ ബ്രിട്ടീഷ് പോസ്റ്റ് മോഡേൺ ഫിക്ഷനില് നമ്മൾ രണ്ടുപേരെയാണ് അവിടെ പഠിക്കുന്നത്. ജോർജ് ഓർവെലിന്റെ അനിമൽ ഫാം വർഷം 1945. പിന്നെ അദ്ദേഹത്തിന്റെ 1984 ആരുടെ? ജോർജ് ഓർവെലിന്റെ തന്നെ വർക്കാണ്. അപ്പുറത്താണ് വില്യം ഗോൾഡിങ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നതാണ് ഇൻ ദ ഇയർ 1983. 84 ഇദ്ദേഹം എഴുതി, 83 ആണ് അദ്ദേഹം നോബൽ പ്രൈസ്. മറ്റേ വില്യം ഗോൾഡിങ്ങിന്റെ വർക്കാണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, ദ ഇൻഹെറിറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നെപ്പോളിയൻ സ്നോബോളും വരുന്നത് ഏതാ വർക്ക്? അനിമൽ ഫാം. T.S. Eliot's well-known poem published in the early 20th century. Well-known poem T.S. Eliot 20th സെഞ്ചുറിയിലെ T.S. എലിയറ്റിന്റെ വെറുതെ വേസ്റ്റ് ലാൻഡ് എന്ന് തന്നിട്ടുണ്ട്. ടീച്ചർ ക്വസ്റ്റ്യൻ കാണണില്ല. ഇല്ല അല്ലെ? ഓ, ഒരു മിനിറ്റ്, ഞാനതൊന്ന് മാറ്റി. സമയത്ത് അത് പോസ് ആയി പോകും. ഓക്കെ, ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് T.S. Eliot's well-known poem published in the early 20th century. ഓക്കെ, വേസ്റ്റ് ലാൻഡ് വെറുതെ തന്നിരിക്കുക. വേസ്റ്റ് ലാൻഡ്, ദ വേസ്റ്റ് ലാൻഡ്, വേസ്റ്റ് ലാൻഡ് 1922, ദ വേസ്റ്റ് ലാൻഡ് Wasteland 1922. 1922 ആണ് അവിടെ വരേണ്ടത്. വെൽ നോൺ പോയം T.S. എലിയറ്റിന്റെ വെറുതെ വേസ്റ്റ് ലാൻഡ് അല്ല, ദ വേസ്റ്റ് ലാൻഡ്. ഡി അല്ലേ ശരിക്കും? ഓപ്ഷൻ ഡി അല്ലേ? ഡിയും ഡി ആണ്. മറ്റത് ഒരുമിച്ച് തന്നിരിക്കുന്നത് കണ്ട, വളരെ ചെറിയ മൈന്യൂട്ട് ഇതുകളെ വരുന്നുള്ളൂ. അതിനി പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. അത് വേറെ ആയിട്ടാണ് തിരിച്ച് എഴുതേണ്ടത്. അത് പക്ഷെ ശരിക്കും ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം വേസ്റ്റ് ലാൻഡ് ബിയുടെ ഓപ്ഷനിലും ഉണ്ട്, ഡിയുടെ ഓപ്ഷനിലും ഉണ്ട്. പക്ഷെ ബിയുടെ തന്നിരിക്കുന്ന സ്മോൾ ലെറ്റർ എൽ തന്നിരിക്കുന്നു, മറ്റേതില് ക്യാപിറ്റൽ എൽ തന്നിരിക്കുന്നു. ദ വേസ്റ്റ് ലാൻഡ് ഡി ആണ് ശരിക്കും വരേണ്ടത്. ഇനിയിപ്പോ നോക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കാം. പിക്ത ജ്ഞാനപീഠ അവാർഡ് വിന്നർ. ഒരു കാര്യം ചോദിച്ചിട്ട് അതിൽ ആ വേസ്റ്റ് ലാൻഡില് വേസ്റ്റും ലാൻഡും തിരിച്ച് കിടക്കണേ. ആ തന്നേക്കണ നോട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടാ. തന്നിരിക്കുന്ന നോട്ടില് വേസ്റ്റ് ലാൻഡ് എന്നുള്ളത് വേസ്റ്റും ലാൻഡും തിരിച്ചാ കിടക്കണേ, ഒരുമിച്ചല്ല കിടക്കണേ. ആ ഡി ഓപ്ഷൻ പോലെ തന്നെയാണ് വേസ്റ്റ് ലാൻഡ് എഴുതിയേക്കണത്. തന്നിരിക്കുന്ന ഏതില്? നോട്ട് തന്നിട്ടില്ല ടീച്ചറ്? അതില് ഞാൻ തന്നിരിക്കുന്ന നോട്ടില് തിരിച്ചാണ് കിടക്കണേ. തിരിച്ച് കിടക്കണേ.
അത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ എഴുതി കൊടുത്തതല്ല, ടൈപ്പ് ചെയ്തത് വേറെ ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചി ടൈപ്പ് ചെയ്തപ്പോൾ ആൾക്ക് അറിയാതെ ചെയ്തതാവാം. നമുക്ക് Okay. നന്നായിട്ട് അതൊന്ന് നോക്കണം, അതൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. Okay. എന്റെ ബുക്കിൽ എഴുതിയത് കറക്റ്റ് ആയിരിക്കും. ബുക്ക് പറയാം. E.S. എലിയറ്റ് 20th സെഞ്ചുറിയിൽ വരുന്ന ആള്. ദ വേസ്റ്റ് ലാൻഡ്, L ക്യാപിറ്റൽ ലെറ്ററിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടാ. വേസ്റ്റ് വേറെ, ലാൻഡ് വേറെ. മറ്റേലും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. ദ ഉണ്ട്, വേസ്റ്റ് ലാൻഡ്, അത് 1922 തന്നെയാണ്. പക്ഷെ ഇവിടെ ഒക്കെ മൈന്യൂട്ട് ഡിഫറൻസ് നോക്കിയാ, വേസ്റ്റ് ലാൻഡ് മൂന്നാമത്തെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും അതാണ്, കാരണം 1922 വരെ തന്നിട്ടുണ്ട്. അപ്പൊ അതല്ല, ഡി ആണ് അവിടെ വരുന്നത്, വേസ്റ്റ് ലാൻഡ്. ഓക്കെ, പിക് ദ പറഞ്ഞു. ആബെ തിയേറ്റർ ആരുടെയാ? ആബെ തിയേറ്റർ ആരുടെയാ? അതില് 2 തിയേറ്ററുകള് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആബെ തിയേറ്റർ WBHന്റെ ആണ്. ആബെ തിയേറ്റർ ABBE. ആബെ തിയേറ്റർ വന്നത്, അതൊന്ന് എഴുതിയെടുക്കണേ. ഞാൻ നോട്ടിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ അതൊന്നും എഴുതി അയച്ചിട്ടില്ല. ആബെ തിയേറ്റർ WBHന്റെ ആണ്. ദാറ്റ് ഈസ് പബ്ലിഷ്ഡ്, ദാറ്റ് ഈസ് ഇൻ ഡബ്ലിൻ. പക്ഷെ ഗ്ലോബ് തിയേറ്റർ ആരുടെയാ? ഗ്ലോബ് തിയേറ്റർ ഇൻ ലണ്ടൻ ആണ്, വില്യം ഷേക്സ്പിയറിന്റെ. ഗ്ലോബ് തിയേറ്റർ, രണ്ടും വ്യത്യാസമുണ്ട്. ആബെ തിയേറ്റർ ഡബ്ലിനിലാണ്, ബൈ WBH. നൗ ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത് ലണ്ടൻ, ദാറ്റ് ഈസ് ബൈ ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ. ഓക്കെ, നൗ കമ്മിങ് ടു അവർ ക്വസ്റ്റ്യൻ. അത് ചോദിച്ചിരിക്കുന്നത് എന്താ? ദ ആബെ തിയേറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്. അയർലാൻഡ് ആണ്. ഡബ്ലിൻ കംസ് അണ്ടർ അയർലാൻഡ്. അയർലാൻഡ് ആണ് അവിടെ ഉത്തരം വരുന്നത്. നമ്മൾ ഡബ്ലിൻ എന്നുള്ളതാണ്. ഇനി നോട്ടിൽ ഞാൻ കൃത്യമായിട്ട് വേറെ തന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കണേ. WBHന്റെ ആബെ തിയേറ്റർ അതെ തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കൂ. അതിൽ നോക്കൂ, ദ ആബെ ഈസ് ഓൾസോ നോൺ ആസ് ദ നാഷണൽ തിയേറ്റർ ഓഫ് അയർലാൻഡ് ഇൻ ഡബ്ലിൻ. കണ്ടോ? അപ്പൊ അതിൽ കൃത്യമായിട്ടുണ്ട്, അതൊന്ന് പഠിക്കണേ. ആബെ തിയേറ്റർ എന്ന് പറയുന്നത് വാസ് ഫൗണ്ട് ഇൻ ദ ഇയർ 1899. വർഷം 1899 ആണ്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ നാഷണൽ തിയേറ്റർ ഓഫ് അയർലാൻഡ് ഇൻ ഡബ്ലിൻ. അപ്പൊ കൃത്യമായല്ലോ, കിട്ടിയല്ലോ. അതുപോലെ മറ്റേ തിയേറ്ററും അതിന്റെ ഒപ്പം തന്നെ എഴുതി വെക്കണം, ഗ്ലോബ് തിയേറ്റർ. ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത് അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1599 വില്യം വേർഡ്സ്വർത്ത് ആണ് അതിന്റെ പ്രൊപ്പണന്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാത്തൊരു വർക്കാണ് കേട്ടോ. കുറച്ചെത്തി നാരായണന്റെ വർക്കാണ്. ഇറ്റ്സ് എ വർക്ക് ബൈ നാരായൺ. നമ്മൾ പഠിച്ചിട്ടില്ല, അത് പറഞ്ഞല്ലോ. എനിവേ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടും, പക്ഷെ അതിന് ഒട്ടും പേടിക്കാനില്ല. മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ വരുന്ന അടുത്ത വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്തത്. ഇഫ് വിന്റർ കംസ് can spring be far behind? ആരുടെയാ? ആരുടെ വർക്കാ? ഒന്ന് പറയട്ടെ. PB ഷെല്ലി. PB ഷെല്ലിയുടെ വർക്കാണ്. ഏതാ വർക്ക്? ഓർഡർ ടു വെസ്റ്റ് ഓക്കെ, അതുപോലെ തന്നെ ഞാൻ അടുത്തത് പറഞ്ഞു, സ്കൈലാർക്ക് അദ്ദേഹത്തിന്റെയാണ്, ക്ലൗഡ് അദ്ദേഹത്തിന്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The winner of the Nobel Prize in the year 2020, ലൂയിസ് ക്ലർക്ക്. അതെന്തായാലും വരില്ല ഇനിയിപ്പോ. ഇനി വാട്ട് ഈസ് നിയോളജിസം? അത് നമുക്ക് നോക്കാം. നിയോളജിസം മീൻസ് എ ന്യൂ വേർഡ്. ഓക്കെ, നിയോളജിസം ഇസ് എ ന്യൂ വേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഫോർ ഗോഡ് സേക്ക്. ഇത് നമ്മള് ഓർക്കണം. ഞാൻ തന്നിട്ടുണ്ട്. ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. അത് നമ്മളെ എവിടെയോ പഠിപ്പിക്കാനുണ്ടായിരുന്നല്ലോ. അത് എവിടെയാന്ന് ഓർക്കില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കോ, ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റിലാണ്. ലവ്, John Donne. കൺസീറ്റ് ആൻഡ് വിറ്റ് അത് വരുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മെറ്റാഫിസിക്കൽസ് തന്നെ എല്ലാവരും. അബ്രഹാം കൗലി, ജോൺ ഡൺ, ആൻഡ്രി മാർവൽ അവരൊക്കെ വരുന്നത്. അപ്പൊ അത് വരുന്നത് ആരുടെ പോയാണ്? ജോൺ ഡണ്ണിന്റെ ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ്. അത് ജോൺ ഡണ്ണിന്റെ മെറ്റാഫിസിക്കൽ തന്നപ്പോ അതിലെ വരികളായിട്ട് മെറ്റാഫിസിക്കലില് ചില ഇതിന്റെ ആയിട്ട് ഞാൻ തന്നെ യെസ് കാനനൈസേഷനില് തന്നിരിക്കുന്നത് 2 ഫ്ലൈസ് ആണ്, 2 ടേപ്പേഴ്സ്, ഈഗിൾ ആൻഡ് ഡൗ. അതാണ് അതിൽ തന്നിരിക്കുന്നത്. എ ഹിം ടു ഗോഡ് ദ ഫാദർ, അത് ഫൈനൽ ലൈൻ, ഐ ഫിയർ നോ മോർ, അത് വേറെയാണ്. വാലഡിക്ഷൻ ഫോർബിഡിംഗിലാണ് ദൈ ഫേംനെസ്, അതിലായിരിക്കണം ഈ വരികൾ വരിക കേട്ടോ. നമുക്കൊന്ന് കൺഫേം ചെയ്യണം. ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ്, ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ലെറ്റ് മീ ലവ്. The canonization അല്ലേ മിസ്സേ? ആണല്ലേ? നോക്കണം കേട്ടോ, എനിക്ക് ഉറപ്പില്ല. ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കാം. യെസ്, കാനനൈസേഷൻ ആണ്. വെലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗുമായിട്ട് അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിലാണ് നമ്മുടെ ഇത് വന്നത്. ദൈ ഫേംനെസ് സർക്കിൾ, ദൈ ഫേംനെസ് മേക്സ് മൈ സർക്കിൾ ജസ്റ്റ് ആൻഡ് മേക്സ് മീ എൻഡ് വെർ ഐ ബിഗൻ. വെലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്ന അതിലാണ് ആ വരികൾ വരുന്നത്. ഇത് കാനനൈസേഷനിലാണ് കമ്പയർ ടു 2 ഫ്ലൈസ്, 2 ടേപ്പേഴ്സ്, ഈഗിൾ. യെസ്, അതിൽ തന്നെയാണ് ഈ വരി വരുന്നത് കേട്ടോ. ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. കാനനൈസേഷൻ ആണ്, തെറ്റിക്കണ്ട, ഞാൻ തെറ്റിച്ചു. കാനനൈസേഷൻ ആണ് അതില് വരുന്നത്. ആരുടെ? ജോൺ ഡണ്ണിന്റെ. രണ്ടും നോക്കിയത് ഭാഗ്യേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആംഗ്ലോ-സാക്സൺ ക്രോണിക്കൽ. Anglo-Saxon Chronicle was instituted by King Alfred. Anglo-Saxon Chronicle was instituted by King Alfred. നോക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The pioneer of printing, അത് നമുക്കറിയാം. ഏതാ? കാക്സ്റ്റൺ ആണ്. കാക്സ്റ്റൺ ആണ് അത് പ്രിന്റിംഗ് പ്രസ്. ഓക്കെ, പയനിയർ ഓഫ് പ്രിന്റിംഗ് വരുന്നത് കാക്സ്റ്റൺ ആണ്. ആ കോപ്പറൊക്കെ നമ്മളെ പറ്റിക്കാനായിട്ട് തരുന്നതാണ്. സി വരുമ്പോ കോപ്പർ ഏത് ഇതിൽ വരുന്നതാണെന്നറിയോ? നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ എഴുതി തന്നതിലുണ്ട്. വില്യം കൂപ്പർ ട്രാൻസിഷണൽ പോയറ്റ്സിലല്ലേ? ട്രാൻസിഷണലില് വില്യം കൂപ്പർ നോക്കൂ. ട്രാൻസിഷണൽ ഒരു മാർക്കിംഗ് ഒക്കെ കൊടുത്തോളൂ ഓരോ ഏജിനും. പിന്നെ മറച്ചു നോക്കുമ്പോ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട്. ട്രാൻസിഷണൽ പോയറ്റ്സിൽ ഞാൻ തന്നിട്ടുണ്ടെന്ന് എനിക്കൊരു ഓർമ്മ. സ്പെല്ലിങ് വേറെ കിടക്കണേ, ഇതില് കിടക്കണ W അല്ലേ? COU ആണല്ലേ കിടക്കുന്നത്? വില്യം കൂപ്പർ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് കൂപ്പർ. നോക്കാം കൂപ്പർ. ഓക്കെ, ഇപ്പൊ ആൻസർ അതല്ല, ഞാൻ കൂപ്പറിന് കണ്ടപ്പോ പറഞ്ഞതാ. വില്യം കൂപ്പർ വന്നത് പ്രീ റൊമാൻറ്റിക് പോയറ്റ്സ്, ട്രാൻസിഷണൽ പോയറ്റ്സിന്റെ കുറച്ചു പേരുടെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു 5 പേരുടെ കഴിഞ്ഞിട്ട് കുറച്ച് പേരുടെ പേര് തന്നതിലാണ് ഈ വില്യം കൂപ്പർ എടുക്കുന്നത്. മെയിൻ ആയിട്ട് തോമസ് ഗ്രേ, അദ്ദേഹത്തിന്റെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് ചെയ്യാൻ, അതൊക്കെ അതിൽ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ 2 ഓടുകളുണ്ട്, ഒന്ന് ബാഡ്, ഒന്ന് പ്രോഗ്രസ് ഓഫ് പോയസി. പിന്നെ വില്യം ബ്ലെയ്ക്കിനെയാണ് എപ്പോകാലിപ്റ്റിക് പോയറ്റ് എന്ന് പറയുന്നത്. എപ്പോകാലിപ്റ്റിക് പോയറ്റ് എന്ന് പറയുന്നത് വില്യം ബ്ലെയ്ക്ക് ആണ്. പിന്നെ വരുന്നത് വില്യം ബ്ലെയ്ക്കിന്റെ സോങ്സ് ഓഫ് ഇന്നസെന്റും സോങ്സ് ഓഫ് എക്സ്പീരിയൻസും. പിന്നെ ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ,
റോബർട്ട് ബേൺസിന്റെ മെക്കനാലിയൻ, കൺവൈവിയൽ, ബെക്കനാലിയൻ, നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് ആണ്. അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റോബർട്ട് ബേൺസിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് മാർക്ക് ചെയ്യണേ. റോബർട്ട് ബേൺസിന്റെ സ്കോട്ട്ലാൻഡ്, നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. ദെൻ ക്വാർട്ടർ സാറ്റർഡേ നൈറ്റ്. വില്യം കോളിൻസ്, ഓഡ് ടു ഈവനിങ്, ഓഡ് ടു സിംപ്ലിസിറ്റി, ഓഡ് ടു പിറ്റി ഒക്കെ വരുന്നത് വില്യം കോളിൻ. ജെയിംസ് തോംസൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. സീസൺസ്, ഈ സീസൺസും കാസിൽ ഓഫ് ഇൻടോളൻസ് രണ്ടും മാറി മാറി പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും വരാറുള്ളതാണ്. ജെയിംസ് തോംസൺ. ഓക്കെ, ജെയിംസ് തോംസന്റെ സീസൺസും അതുപോലെ കാസിൽ ഓഫ് ഇൻടോളൻസും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തൊട്ടപ്പുറത്ത് വില്യം കൂപ്പർ തന്നിരിക്കുന്നത് കാസ്റ്റ് വേ, ഗോഡ് മെയ്ഡ് ദ കൺട്രി, മാൻ മെയ്ഡ് ദ ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തോമസ് പേഴ്സി, ബിഷപ്പ് പേഴ്സി, റെലിക്സ് ഓഫ് ആൻഷ്യന്റ് ഇംഗ്ലീഷ് പോയട്രി, റെലിക്സ് ഓഫ് ആൻഷ്യന്റ് ഇംഗ്ലീഷ് പോയട്രി. അതും ചോദിക്കാറുള്ളതാണ്, വിട്ടുകളയേണ്ട, പഠിക്കണം. തോമസ് പേഴ്സി, ബിഷപ്പ് പേഴ്സി. തോമസ് പേഴ്സിന് തന്നെയാണ് ബിഷപ്പ് പേഴ്സി എന്ന് പറയുന്നത്. റെലിക്സ് ഓഫ് ആൻഷ്യന്റ് ഇംഗ്ലീഷ് പോയട്രി. അതുപോലെ ജോർജ് ക്രാബ്, വില്ലേജ്, ദ പാരിഷ് രജിസ്റ്റർ, ബോറോ ഇതൊക്കെ. പിന്നെ എഡ്വേർഡ് യങ്, തോമസ് മാക്പേഴ്സൺ, അദ്ദേഹത്തിന്റെയാണ് ഫിങ്കൽ ടെമോറ വർക്കുകളൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ നോക്കി പോകുന്നു ഞാൻ വിചാരിക്കുന്നു. ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ വില്യം ബ്ലേക്ക്, ഹീസ് ആൻ അപ്പോകാലിപ്റ്റിക് റൈറ്റേഴ്സ്, അപ്പോകാലിപ്റ്റിക് പോയറ്റ് ആണ്. അപ്പോകാലിപ്റ്റിക് എന്ന് പറയുമ്പം അവസാനം, ലോകത്തിന്റെ അവസാനം ഇന്നതാവും എന്നൊക്കെ പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അവര് അങ്ങനെയുള്ളവരാണ്. അത് നമ്മുടെ വില്യം ബ്ലേക്ക്, അപ്പോകാലിപ്റ്റിക്. ഈ സോങ്സ് ഓഫ് ഇന്നസെന്റിലും സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലും ലാമ്പിന്റെയും ടൈഗറിന്റെ ഒക്കെ എക്സാമ്പിൾ തന്നിട്ട് അദ്ദേഹം അതന്നെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. സ്പൈഡർ ആൻഡ് ദ ബീ, ഇന്നലെ നമ്മൾ പറഞ്ഞതാ. അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ബാറ്റിൽ ഓഫ് ദ ബുക്ക്. ആ, ബാറ്റിൽ ഓഫ് ദ ബുക്കിലാണ് അത് വരുന്നത്. എപ്പിസോഡ് ഓഫ് ദ സ്പൈഡർ ആൻഡ് ദ ബീ. ഓക്കെ, അത് ബാറ്റിൽ ഓഫ് ദ ബുക്സ്, ജൊനാഥൻ സ്വിഫ്റ്റിന്റെ വർക്കാണ്. The primary stress in the word accommodation. The primary stress തന്നിട്ടില്ലല്ലോ. അത് സ്ട്രെസ്സിന്റെ കാര്യത്തിലേ ഒരു 4-5 പേജ് ഉണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ, ഓരോന്നും തരുമ്പോ. പക്ഷെ ഞാൻ നോക്കുമ്പോ ഇപ്പോ റീസെന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആക്കിയിട്ട് തരാനായിട്ട് ഞാൻ നോക്കിയപ്പോ അതില് ഒരു കാര്യം, ഞാൻ ഇന്ന് ഒരു 20 വേർഡ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് അയക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ആ വേർഡ്, അതായത് നമ്മൾ ഈ വാക്ക് കാണുമ്പോൾ തന്നെ അതിനെ ഫോണറ്റിക് സിമ്പിൾ അനുസരിച്ചിട്ട്, സൗണ്ട് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് വെക്കാം. ഡിവൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ഏതിനാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്, അതായത് നമ്മൾ കടുപ്പിച്ച് പറയുന്നത്, അവിടെയാണ് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മളത് ഉറക്കെ വായിക്കുമ്പോൾ സൗണ്ട് ലൗഡായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഹയസ്റ്റ് പിച്ചിലായിട്ട് നമ്മൾ ഏത് വേർഡാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് സ്ട്രെസ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോ കുറേ ഇതുകൾ. എന്നിട്ട് പിന്നെ പോരാത്തതിന് ഞാൻ നോക്കിയപ്പം പിന്നെ ഒരു കാര്യം ഇപ്പൊ തന്നെ എഴുതി വെച്ചോ, ഈ നൗൺസ് എപ്പോഴും ഫസ്റ്റത്തെ വേർഡ് ആയിരിക്കും സ്ട്രെസ് ഉണ്ടാവുക. നൗൺസ്, നമുക്ക് ആ വേർഡ് വായിക്കുമ്പോ അതില് നൗൺ ആണോ വേർബ് ആണോ എന്നുള്ളത് നോക്കൂല്ലോ, അത്രയും നോക്ക്. പിന്നെ അഡ്ജക്റ്റീവ് ആണെങ്കിൽ വേറെ, ആഡ്വർബ് ആണെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. എന്നാലും ബേസിക് ആയിട്ട് ഒരു കാര്യം, ക്യാപിറ്റൽ ഇവിടെ നൗൺസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്ററിലായിരിക്കും സ്ട്രെസ് വരും. ഓക്കെ, ഇനി വേർബ് ആണെങ്കിൽ അതിന്റെ സെക്കൻഡ് സിലബിളിലായിരിക്കും വേർബ് സ്ട്രെസ് വരും. വേർബ് ഓഫൺ സ്ട്രെസ് ഇൻ ദ സെക്കൻഡ് സിലബിൾ, നൗൺ ആവുമ്പോൾ ഫസ്റ്റ് സിലബിളിൽ സ്ട്രെസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒരു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അഡ്ജക്റ്റീവ്സ് ആകുമ്പോഴും എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും ഫസ്റ്റ് ഇതാണ് അഡ്ജക്റ്റീവ്സ്. അപ്പൊ
നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്, ദാറ്റ് വി നോ. ഇത് രണ്ടും വന്നാൽ ഫസ്റ്റിലാണ് സ്ട്രെസ് വരിക എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ചെയ്യുമ്പോഴും ഞാനിത് അയച്ചിടുമ്പോഴും നിങ്ങൾ ആ ഒരു തീം വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ആഡ്വർബും ഏറെക്കുറെയൊക്കെ അഡ്ജക്റ്റീവ്സ് പോലെ തന്നെയാണ്, പക്ഷെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അക്കമഡേഷൻ, അത് വേറെ റൂളിൽ വരുന്നത്. TION ലാസ്റ്റ് ആയിട്ട് വരുമ്പോ എങ്ങനെയാണ് TION? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ളത് അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത് സ്ട്രെസ് ചെയ്യേണ്ടത്, അതിന് മുമ്പായിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കണം. ഇപ്പോ വേറൊരു വേർഡ് ഞാൻ നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിലും ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ നമ്മൾ നോക്കിയതോ ഞാൻ നോക്കിയതോ ആയിട്ടുള്ള വേറൊരെണ്ണം, കൾട്ടിവേഷൻ. ഓക്കെ, അപ്പൊ കൾട്ടിവേഷൻ്റെ TION വന്നിരിക്കുന്നു. അതിന് തൊട്ട് മുന്നിലുള്ള, അപ്പൊ തൊട്ട് മുന്നിലുള്ളത് സെക്കൻഡ് സിലബിൾ ആണോ, തേർഡ് സിലബിൾ ആണോ, ഫോർത്ത് സിലബിൾ ആണോ എന്നെങ്ങനെ അറിയും? അതിന് നമ്മൾ സൗണ്ട് അനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ട്, അപ്പൊ ഞാൻ അയക്കുന്ന എക്സാമ്പിളുകളിലൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ നല്ലപോലെ സ്ട്രെസ് ചെയ്യുന്ന വേർഡ് അങ്ങനെയൊക്കെയാണ് കണ്ടെത്താം. പക്ഷെങ്കിൽ അതിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള റൂൾസിലാണ് ഞാൻ പറയുന്നത്. നൗൺ ആണെങ്കിൽ ഫസ്റ്റിലും, നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് അതും ഫസ്റ്റ് സിലബിളില്, പിന്നെ ആഡ്വർബും ഏറെക്കുറെയൊക്കെ ഫസ്റ്റ് സിലബിളിൽ തന്നെ, വേർബിലാവുമ്പോ സെക്കൻഡ് സിലബിളിലുമാണ് വർക്ക്. അതുപോലെ ION ലാസ്റ്റ് വരുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടു മുന്നിലുള്ള സൗണ്ട് അനുസരിച്ച്. ഇപ്പൊ നമ്മൾ നോക്കൂ, കൾക്ക് യു സൗണ്ട് ഉണ്ട്, കൾ. അതപ്പോ അങ്ങനെ ഒരു ഇതായിട്ട് അതിനെ തിരിച്ചു. ടി, അപ്പൊ അത് അടുത്ത വേർഡ്. വേ, മൂന്നാമത്തെ VAY, വേ, അതിൽ എ സൗണ്ട് വരുന്നു. ഷൻ, നാലാമത്തെ. അങ്ങനെ 4 സിലബിൾസ് ആണ് അതിലുള്ളത്. ഇനി നോക്കൂ, ഷൻ ആണ് ലാസ്റ്റ് കിടക്കുന്ന സിലബിൾ. ആ ഷൻ TION വന്നത് കൊണ്ട് നമ്മൾ അതിന്റെ തൊട്ട് മുന്നിലുള്ള വേർഡിന് സ്ട്രെസ്. തൊട്ട് മുന്നിലുള്ളത് എത്രാമത്തെയാ? മൂന്നാമത്തെ. കൾട്ടിവേഷനാ ഞാൻ പറയുന്നത്. കൾട്ടിവേഷനിലും അക്കോമഡേഷനില് നാലാമത്തെ. നമുക്ക് വവ്വൽസ് വെച്ചിട്ടും ഡിവൈഡ് ചെയ്ത് സിലബിള് കണ്ടുപിടിക്കാനായിട്ട് വവ്വൽസ് വെച്ചിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാലോ? പറ്റില്ല, എല്ലായ്പ്പോഴും ഇല്ല. കാരണം എല്ലായ്പ്പോഴും ഇല്ല, എന്നാലും പെട്ടെന്ന് ഒരു ഇതിന് പെട്ടെന്ന് എക്സാം മനസ്സിലാവാൻ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് അങ്ങനെ നോക്കാം. ലാസ്റ്റ് വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് വരുന്നതിൽ പലപ്പോഴും സൈലന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ അയച്ച നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ജനറൽ ഇംഗ്ലീഷിന്റെ ഇതില് അതുപോലെ തന്നെ അവിടെ ഒരെണ്ണം ഇതുപോലെ വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് എക്സാക്ട്ലി. അത് നമ്മൾ ഒരുമിച്ച് പറയുന്ന വേർഡാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എന്റെ കയ്യിലില്ല. അതങ്ങനെ ഒരുമിച്ച്, അതായത് അത് സൈലന്റ് ആണ് അവിടെ. അങ്ങനെ സൈലന്റ് ഉള്ളത് നമ്മൾ സിലബിൾ ആയിട്ട് എണ്ണാൻ പാടില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് വവ്വൽ ലെറ്റർ ആണെങ്കിലും വവ്വൽ സൗണ്ട് വന്നില്ലെങ്കിൽ നമുക്ക് അവിടെ എണ്ണാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെയും ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പൊ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോ വവ്വൽ ലെറ്റർ വെച്ച് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോ നമുക്ക് അതിന് എത്ര സിലബിൾ ഉണ്ടെന്ന് എണ്ണാനായിട്ട് വരുമല്ലോ, അങ്ങനെ വരും. ഇപ്പൊ ഇതില് വരുമ്പം നോക്കൂ, തേർഡ്, ഫോർത്ത് DA, നാലാമത്തേലാണ് വരിക, ഷനില് മുന്നില്. ഓക്കെ, അങ്ങനെ ഒരുവിധമൊക്കെ അത് ചെയ്യാനായിട്ട് പറ്റും. എക്സെപ്ഷൻ കേസുള്ള കുറെ റൂൾസ് അതിലുണ്ട്. ഇനി അടുത്തത് Right indicates a pause. ഇതുപോലെ തന്നെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചത് ഏതായിരുന്നത്? ഇപ്പൊ തന്നെ അതിന് തൊട്ട് മുന്നിൽ അതിന്റെ അർത്ഥം പറയാനായിട്ട് പറഞ്ഞിട്ട് നോക്കിയത് ഏതാ വേർഡ്? നിയോളജിസം. അതെ, ന്യൂ റൈറ്റ്. അപ്പൊ അതങ്ങനെയുള്ളതൊക്കെ ഒന്ന് പഠിക്കണേ. മൈ ലാസ്റ്റ് ഡച്ചസ്, അത് നമ്മൾ കുറെ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട്. ആരുടെയാ? റോബർട്ട് ബ്രൗണിങ്ങിന്റെ ആണ്. അത് ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ഓക്കെ, pathetic fallacy is a term coined by pathetic fallacy
ഇസ് എ ടേം കോയിൻഡ് ബൈ, നമ്മൾ പഠിച്ചിട്ടേ ഇല്ല കേട്ടോ അത്, ജോൺ റസ്കിൻ. ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ജോൺ റസ്കിൻ. ബസാനിയോ ആൻഡ് പോർഷ്യ അറിയാലോ, ബസാനിയോ ആൻഡ് പോർഷ്യ ഇതിലെ വരുന്ന Merchant of Venice. Merchant of Venice. Venice. ബൈ ഷേക്സ്പിയർ. ഇനി ഷേക്സ്പിയറിന്റെയും അത് ക്ലാസിഫിക്കേഷൻ പഠിച്ചോ, ഏർലി കോമഡീസ്, ഏർലി ട്രാജഡി, അതൊക്കെ നോക്കണേ. അങ്ങനെ തന്നെയായിട്ട് അതിന് ഞാൻ കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ നോക്കണം. റിഫോർമേഷൻ, റിഫോർമേഷൻ വാസ് ലെഡ് ബൈ, റിഫോർമേഷൻ വന്നത് ആരാ? മാർട്ടിൻ ലൂതർ ആണ്. ദ റിഫോർമേഷൻ വാസ് ലെഡ് ബൈ മാർട്ടിൻ ലൂതർ. The rough beast slutches towards Bethlehem in ഇതിലത് വരുന്ന നമ്മൾ നോക്കിയിട്ടേ ഇല്ല. സെക്കൻഡ് കമ്മിങ്. അതിൽ ഞാൻ കുറച്ച് എഴുതി തന്നിട്ടുണ്ട്. സെക്കൻഡ് കമ്മിങ് 20th സെഞ്ചുറിയുടെ ഭാഗമായിട്ട് സെക്കൻഡ് കമ്മിങ് വരുന്നത് നമ്മുടെ WB Yeatsന്റെ സെക്കൻഡ് കമ്മിങ്. അതിൽ ഞാൻ കുറച്ചൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഫാൽക്കൺ റിട്ടേണിംഗ് ഇൻ എ തിങ്സ് fall apart, the center cannot hold, mere anarchy is loosed upon the world, the blood dimmed, ceremony of innocence is drowned. കുറെ എഴുതി തന്നിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഇല്ലാത്തതാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്, റഫ് ബീസ്റ്റ്. അതൊന്ന് നോക്കണേ. മാഡം സൊസാറ്റീസോ ഇന്നലെ നമ്മൾ പഠിച്ചത് ഏതിൽ വരുന്ന ക്യാരക്ടറാന്ന് ചോദിച്ചിട്ട്, വേസ്റ്റ് ലാൻഡിലെ ഓർക്കുന്നില്ലേ? ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ പഠിച്ചു. മാഡം സൊസൈറ്റി. അത് TS എലിയറ്റിന്റെ ഇതിൽ വരുന്ന ആളാണ്. നെക്സ്റ്റ്, ദ ഐഡിയ ഓഫ് കേണൽ സെന്റൻസ്, അത് ഞാൻ എടുത്തിട്ടില്ല. കേണൽ സെന്റൻസ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഹാരിസ്, കേണൽ സെന്റൻസ് ഒക്കെ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്ന ഭാഗമാണ്, നോം ചോംസ്കിയുടെ ഭാഗത്തൊക്കെ ആയിട്ട്. ഓക്കെ, ദാറ്റ് വാസ് പോസിറ്റഡ് ബൈ ഹാരിസ്. ഒന്ന് എഴുതി വെച്ചോളൂ, ഞാൻ എഴുതി തന്നിട്ടില്ല. പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ, lamented. Poetry makes nothing happen and lamented. എന്നിട്ട് ആരാ ദുഃഖിക്കണേ? WH ഓദൻ. WH ഓദനെ ഓർക്കുമ്പോ എന്തോർമ്മ വരുന്നു? ഒരു നമ്പറൊക്കെ ഇട്ടിട്ട് ഓർക്കണ്ട. lamenting the death of WP Yeats എഴുതിയത് ആരാ? WH ഓദൻ. ഓർക്കുണ്ടോ? 20th സെഞ്ചുറിയിൽ വരുന്നതാണ്. WH ഓദന്റെ നമ്മള് WB Yeats പഠിച്ചു, TS എലിയറ്റ് പഠിച്ചു, അതിനുശേഷം ഓക്കെ 20th സെഞ്ചുറിയിലെ മൂന്നാമത്തെ ആയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആണ് ഇൻ മെമ്മറി ഓഫ് WB Yeats. പിന്നെ ദ വെൽ നോൺ സിറ്റിസണിലാണ് JS 07M378 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. അൺനോൺ സിറ്റിസൺ അതിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തിട്ടായിരുന്നു? അയ്യോ, ഞാനിത് മാറ്റില്ലല്ലോ അല്ലെ. WH ഓദന്റെ വരികളാണ്. Poetry makes. To which mode of criticism do Ellen Moss and Elaine Showalter belong? Elaine Showalter-നെ നമുക്കറിയാം. ഏതാ എലൈൻ ഷോആൾട്ടർ? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? ചാടി പറയണം കേട്ടോ. ഗൈനോ ക്രിറ്റിസിസം. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്കാണ് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. ഓക്കെ, അപ്പൊ അങ്ങനെ എലൈൻ ഷോആൾട്ടറിനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. എലൻ മോസ് പാവം, അത് അതിന്റെ കൂട്ടുകാരത്തിയാന്ന് വിചാരിക്കാം. അപ്പൊ ഒരുമിച്ചാണ് അത് എഴുതിയെന്ന് വിചാരിക്കാം. ഇവ എലൈൻ ഷോആൾട്ടർ അറിയാലോ, ഗൈനോ ക്രിറ്റിസിസ് ആണ് വരുന്നത്. മാക് ഫ്ലെക്നോ ഓർക്കുണ്ടോ? എവിടെയാ? മാക് മീൻസ് മാക് ഫ്ലെക്നോ ആരുടെയാ? നിയോ ക്ലാസിക്കൽ ഏജിലാണ്. എടുക്കൂ, നിയോ ക്ലാസിക്കൽ ഏജിന്റെ ഭാഗത്താണ് മാക് ഫ്ലെക്നോ. ആരുടെ ആദ്യത്തെ ആളാരാ ഇത് വരുന്നത്? നിയോ ക്ലാസിക്കലില് ഡ്രൈഡൻ അല്ലേ? നിയോ ക്ലാസിക്കലിലെ ആദ്യത്തെ റെസ്റ്റോറേഷൻ ഏജില്
ജോൺ ഡ്രൈഡൻ വരുന്നുണ്ട്. Red. ജോൺ ഡ്രൈഡന്റെ വർക്കാണ് മാക് ഫ്ലെക്നോ. അവിടെ മാക് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? സൺ. Son of മാക് മീൻസ് Fresno. സൺ. ഓക്കെ, Oh. മാക് മീൻസ് സൺ. അദ്ദേഹത്തിന്റെ തന്നെ വർക്കാണ് മെഡൽ, സാറ്റയർ ആണ്. റിലീജിയോ ലേസി, റിലീജിയൻ ഓഫ് എ ലേമാൻ, അത് ജോൺ ഡ്രൈഡന്റെ ആണ്. എൻ.എസ്. മിറാബിലസ് അദ്ദേഹത്തിന്റെ പോമാണ്. ഡ്രൈഡന്റെ ഓർഡിൽ പെട്ടതാണ് സെന്റ് സിസിലിയാസ് ഡേ. സെന്റ് സിസിലിയാസ് ഡേ എന്താന്ന് ഓർക്കുന്നുണ്ടോ? November 22nd. നവംബർ 22. ഓക്കെ, അതാരുടെ അലക്സാണ്ടേഴ്സ് സോങ് ഓഫ് സെയിന്റ് സിസിലിയാസ് ഡേ എന്ന് പറയുന്നതിന്റെ സബ് ടൈറ്റിൽ ആണ് അലക്സാണ്ടേഴ്സ് ഫീസ്റ്റ്. ആ ഡേറ്റ് ആണ് നവംബർ 22. പാട്രൺ സെയിന്റ് ഓഫ് മ്യൂസിക് നവംബർ 22. ഇതുപോലെ തന്നെ ഏതോ ഒരു ആളുടെ അത് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഡേറ്റ് എവിടെയൊക്കെയോ ഓർക്കുന്നു. പോട്ടെ. ദെൻ ടു ദ പയസ് മെമ്മറി ഓഫ് മിസ്സിസ് ആൻ കില്ലിഗ്രൂവ്, അത് ഡ്രൈഡന്റെ ഓട് തന്നെയാണ്. പിന്നെ ഡ്രൈഡൻ ആസ് എ ക്രിറ്റിക് ആണ് 2 പ്രിഫേസ് ടു ദ ഫാബിൾസും എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? മാക് ഫ്ലെക്നോ അപ്പിയേഴ്സ് ഫോർ എ ഡാഷ് സെറമണി. ഓ, അങ്ങനെയാണ്. കൊറോണേഷൻ സെറമണി. When fate summons, monarch must obey. Okay, satire upon the true blue Protestant poet T.S. മാക് ഫ്ലെക്നോ. ഇതൊക്കെ പഠിക്കണം. When fate summons, monarch must obey. അത് അതിൽ വരുന്ന വരികളാണ്, മാക് ഫ്ലെക്നോയിൽ വരുന്ന വരികളാണ്. Is a son of Flecknoe, who was an old Irishman and a Catholic priest. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതൊന്നുമല്ല. എന്താ പോം മാക് ഫ്ലെക്നോ അപ്പിയേഴ്സ് ഫോർ എ ഡാഷ് സെറമണി. എന്തിന്റെ സെറമണിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്? കൊറോണേഷൻ. Next question. Who is considered as the poet's poet? F അല്ല, അവിടെ T ആണ്. നമ്മുടെ സ്വന്തം Spenser. 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 ക്രിറ്റിക്സ് ക്രിറ്റിക് പറഞ്ഞ ക്രിറ്റിക്സ് ക്രിറ്റിക്. William Hazlitt. വില്യം ഹാസ്ലിറ്റ് ഏതാ കാലഘട്ടം? റൊമാൻറ്റിക് എറയിൽ വരുന്ന പ്രോസ് റൈറ്റർ. Writer. അതില് 3 പേരാണ് നമ്മൾ പഠിക്കുന്നത്. ചാൾസ് Lamb, William Hazlitt, Thomas De Quincey. ഓക്കെ. റെസ്റ്റോറേഷൻ സോറി, അത് കഴിഞ്ഞിട്ട് വന്ന Victorian. വിക്ടോറിയൻ എറയിലെ 2 പ്രോസ് റൈറ്റേഴ്സ് ആണ് തോമസ് കാർലൈലും John Ruskin. ജോൺ റസ്കിന്റെ പേരാണോ നമ്മളിപ്പോ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോ ജോൺ റസ്കിൻ എന്തോ ഒരു ടേം കോയിൻ ചെയ്തത്? ജോൺ റസ്കിന്റെയാ അല്ലേ? ഏതായിരുന്നു ടേം? Pathetic fallacy. റസ്കിനെ ഇവിടെ കണ്ട പോലെ തോന്നില്ലോ. Pathetic fallacy. പാത്തറ്റിക് ഫാലസി. യെസ്, ഇവിടെ തന്നെ ഉണ്ടല്ലോ. പാത്തറ്റിക് ഫാലസി is a term coined by pathetic fallacy is a term coined by John Ruskin. നമ്മുടെ അവിടെ വന്ന സാട്ടർ അല്ല, അപ്പുറത്ത് വന്ന പ്രോസ് റൈറ്റർ ആണ് അദ്ദേഹം. ഓക്കെ. പിന്നെ അപ്പൊ ഇവിടെ ചോദിച്ചത് പോയറ്റ്സ് പോയറ്റ് ആണ് സ്പെൻസർ. വിക്ടോറിയൻ ഏജ് റെഫേഴ്സ് ടു an extended period of the time in the, ആലോചിച്ച് എഴുതണം അത്. വിക്ടോറിയൻ ഏജ് എന്ന് റെഫർ ചെയ്യുന്നത് ടു an extended period of time in the ഏതാ? വിക്ടോറിയൻ പീരീഡ് 19th century. 19th അതെങ്ങനെ നമുക്ക് കണ്ടെത്താന്നറിയോ? ഈ വിക്ടോറിയൻ എറയാണ് നമ്മൾ ഈ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ 20th സെഞ്ചുറിയിലേക്ക് കടന്നു അല്ലേ? 20th സെഞ്ചുറിയിലേക്ക് കടന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് വിക്ടോറിയൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം ഇൻ ദ 19th സെഞ്ചുറി. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കതിനെ നോക്കിക്കാണാനായിട്ട് പറ്റും. 17th സെഞ്ചുറി എന്ന് പറയുന്നത് ഏതാ കാലഘട്ടം?
മെറ്റാഫിസിക്കൽ വരും, അതുപോലെ തന്നെ റെസ്റ്റോറേഷൻ, ഇത് റെസ്റ്റോറേഷൻ, നിയോ ക്ലാസിക്കൽ എറ, അത് മിക്സ്ഡ് വിത്ത് 18th സെഞ്ചുറിയും കൂടിയിട്ടാണ് ലാസ്റ്റ് ആവുമ്പോഴേക്കും. നോവൽ ഒരു സങ്കീർത്തനം പോലെ ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ്, ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ഈസ് ദ ബേസ്ഡ് ദസ്തയേവ്സ്കി അല്ലേ? ദസ്തയേവ്സ്കി. അതെ അതെ അല്ലേ? അത് വായിച്ചിട്ടുണ്ട്. നമ്മൾ തന്നിട്ടില്ല കേട്ടോ ഇതുവരെ, ഞാൻ അത് തന്നിട്ടില്ല. ഒരു സങ്കീർത്തനം പോലെ പോലെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. അത് വായിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ഓക്കെ. ഇനി എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. എക്സ്പ്രഷനിസ്റ്റ് ഒക്കെ വരുന്നത് നമ്മുടെ അമേരിക്കൻ, അത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, അത് നമ്മൾ നോക്കിയിട്ടില്ല, അത് നിങ്ങൾ നോക്കണേ. സമയം ഇനിയിപ്പോ കിട്ടുമെന്ന് അറിയില്ല, നാളെ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് നോക്കണം. കാരണം ഈ ഭാഗം, ഈ യൂജിൻ ഓയിൽ, ആർതർ മില്ലർ, എഡ്വേർഡ് ആൽബി, ഹെൻറിക് കിപ്സൺ, ഇവരൊക്കെ അമേരിക്കൻ. ഹെൻറിക് കിപ്സൺ അതിലാണ് നേഹ എന്ന്, നോറ അല്ലേ? നോറ നേഹ, ഹെൻറിക് കിപ്സന്റെ ഒരു നോറ. യെസ്, യൂജിൻ ഓയിൽ, ഇവരൊക്കെ വരുന്നത് നമ്മുടെ, ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അമേരിക്കൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ഭാഗത്തിലാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇതിലുള്ള നോട്ടല്ല. അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത് ഒരിക്കൽ പോലും റിവൈസ് ചെയ്തിട്ടില്ല. ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ യൂജിൻ ഓയിലിന്റെ വർക്കും ആർതർ മില്ലറിന്റെ ആണ്, അവരുടെ വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കണേ. എഡ്വേർഡ് ആൽബി ഇതിൽ എടുത്തിച്ച് വെച്ചിരിക്കുന്നത് നോക്കട്ടെ, വലിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അമേരിക്കൻ റൈറ്റേഴ്സിന്റെ പിന്നെ ഞാൻ കീ നോട്ടിൽ ഞാൻ തന്നിട്ടുമില്ല കേട്ടോ, പക്ഷെ അത് പഠിക്കണം, ആഫ്രിക്കനും അമേരിക്കനും. ദി ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് യൂജിൻ ഓയിൽ ആണ് എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. എ പയനിയർ ഓഫ് എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ ഈസ് യൂജിൻ ഓയിൽ. ദൈ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ. അങ്ങനെ ത്യാഗം ചെയ്തതാരാ? ദൈ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ, സെഡ് ബൈ ഫിലിപ്പ് സിഡ്നി. സർ ഫിലിപ്പ് സിഡ്നി ടോൾഡ് ഇറ്റ്. സർ ഫിലിപ്പ് സിഡ്നിയുടെ ആണ് ദൈ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ. നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്. ഏതാ? അബ്സേർഡ് ഡ്രാമയായ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. ഓഫുൾ സിറ്റുവേഷൻ ഫിഗേഴ്സ് ഇൻ, അത് തന്നെയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. ആരുടെയാ? അബ്സേർഡ് ഡ്രാമ ആരുടെയാ? സാമുവൽ ബെക്കറ്റിന്റെ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. വെയിറ്റിംഗ് ഫോർ ഗോദോ ഉണ്ട്, എൻഡ് ഗെയിം ഉണ്ട്. ഓക്കെ, ഈ വെയിറ്റിംഗ് ഫോർ ഗോദോത്തിലാണ് നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇതിപ്പോ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, ഈ അമേരിക്കനിൽ വരുന്നതാണ്. ഞാൻ ഇന്നലെ ഒരു എസ്സേ അമേരിക്കനാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഏതാ? എസ്സേ വരുന്നുണ്ട്, പക്ഷെ ഓർമ്മയില്ല. ഒരു എസ്സേ അമേരിക്കനാന്ന് പറഞ്ഞിട്ട് ഞാൻ, പക്ഷെ അത് തന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അടുത്തത് ഇത് നോക്കൂ, നോറ്റി. ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, ദാറ്റ് ഈസ് അഡ്രസ് ടു അബ്രാഹം ലിങ്കൺ. ഓക്കെ, അബ്രാഹം ലിങ്കനെ അഡ്രസ് ചെയ്തിട്ടാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. എമേഴ്സൺസ് എസ്സേ, ഇന്നലെ ഞാൻ പറഞ്ഞത്. എമേഴ്സൺസ് ഓർക്കുന്നുണ്ടോ? എമേഴ്സൺ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കൂ. എമേഴ്സൺ അമേരിക്കൻ റൈറ്ററായ അദ്ദേഹത്തിന്റെ ഒരു എസ്സേ ആണ് എമേഴ്സൺസ് എസ്സേ. എസ്സേയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ ഇന്നലെ അത് പഠിപ്പിച്ചു. എമേഴ്സൺ എഴുതിയിട്ടില്ലേ? ഇന്നലെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കൂ, അല്ല എടുത്തു. എമേഴ്സൺസ് നോക്കിയാൽ കിട്ടും, പക്ഷെ സമയങ്ങളുണ്ടല്ലോ. അപ്പോ ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. അത് തീരെ നോക്കിയിട്ടില്ല. ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഞാൻ തന്നിട്ടുണ്ട്, അന്ന് നമ്മൾ ചെയ്തിരുന്നു, 2 പ്രാവശ്യമായിട്ട് അത് ചെയ്തിരുന്നു. ഇന്നലെ അല്ലായിരിക്കും. അപ്പൊ എമേഴ്സന്റെ
ഓർമ്മയില്ലേ? ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അബ്രാഹം ലിങ്കൺ. കാക്കോഫോണി എന്തുവാട്? യൂഫോണി എന്ന ടേമിനെയാണ്, അതിന്റെ ആന്റോണിമാണ് കാക്കോഫോണി. റൈറ്റിംഗ് ഇസ് എ സബ് സ്കില്ലാണ്, പ്രൊഡക്റ്റീവ് സ്കില്ലാണ്, റിസപ്റ്റീവ് ആണ്, പാസീവ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് തന്നിരിക്കുന്നു. നോക്കൂ, റൈറ്റിംഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് ചെയ്യുന്നത് skill. റൈറ്റിംഗും ഉണ്ട്, സ്പീക്കിംഗും ഉണ്ട്. ഓക്കെ, അതാണ് പ്രൊഡക്റ്റീവ് സ്കിൽ. ആ പ്രൊഡക്റ്റീവ് സ്കിൽ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്കിൽ. പിന്നെ മറ്റേതോ റിസീവ് ചെയ്യുന്നത് ഏതൊക്കെയാ? ഹിയറിംഗ് ആൻഡ് ലിസണിങ് അല്ല, ലിസണിങ്ങും റീഡിങ്ങും. റീഡിങ്ങും. റൈറ്റ്, റീഡിങ് അതാണ് റിസപ്റ്റീവ് സ്കിൽ. വാട്ട് സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു യൂസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഓൺ TV ടുഡേ? ഓ, അത് നല്ല ക്വസ്റ്റ്യൻ. വാട്ട് സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു യൂസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഓൺ ദ TV ടുഡേ? ഏതാ? ടീച്ചർ ക്വസ്റ്റ്യൻ നീക്കോ? അയ്യോ, നോക്കി. വാട്ട് സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു യൂസ്? Skimming ആണ്. സ്കിമ്മിങ് ആണ്, സ്കാനിങ് അല്ല. ഇന്നത്തെ വാർത്ത ഒന്ന് നോക്കട്ടെ. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പരതി നോക്കുന്നു. ഇതാണ് സ്കിം ചെയ്യുന്നുള്ള, സ്കാൻ ചെയ്യുന്നില്ല. ഇന്റൻസീവ് റീഡിംഗ് അല്ല. റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഏതിൽ വരുന്നതാ? Intensive അല്ലേ? എക്സ്റ്റെൻസീവ് റീഡിംഗിൽ വരുന്നതാണ്. ഓക്കെ, നോക്കണേ. അതിന് എക്സ്റ്റെൻസീവ് എന്നുള്ള വേർഡ് അല്ല തന്നിരിക്കുന്നത്, അതിന് പകരമായിട്ട് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ നോക്കണേ. അതിന്റെ ഇതുകൾ തന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതി തന്നിട്ടുണ്ട്. റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഞാൻ തന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു, ഇല്ലേ? എക്സ്റ്റെൻസീവ് റീഡിങ്ങില് ഇന്റൻസീവ് റീഡിംഗ് ആണ്. ഇന്റൻസീവ് റീഡിങ്ങിന്റെ ആണ് റീഡിംഗ് ബിയോണ്ട് ദ ലൈൻസ്. ഇന്റൻസീവ് റീഡിംഗ് തന്നെ 2 പേരായിട്ട് തന്നുള്ളൂ. രണ്ടും സെയിം തന്നെ, ഇന്റൻസീവ് റീഡിംഗ് തന്നെയാണ് റീഡിംഗ് ബിയോണ്ട് ദ ലൈൻസ്. എക്സ്റ്റെൻസീവ് അല്ല, എക്സ്റ്റെൻസീവ് വേറെ ഓപ്ഷൻ ആണ്. എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത് ഫോർ ദ പ്ലഷർ, ഫോർ ദ സേക്ക് ഓഫ് പ്ലഷർ. നമ്മൾ നോവൽ ഇതൊക്കെ കുറെയൊക്കെ വിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഒരു സിനിമ കാണപ്പോ ഈ ഭാഗം വേണ്ട, ഇടി വേണ്ട, മാറ്റി, അങ്ങനെ നമ്മൾ അതിന്റെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ്. ഇന്റൻസീവ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട്, സ്പെസിഫിക് നോളജ് അബൌട്ട് എ പർട്ടിക്കുലർ ഒബ്ജക്ട്സ്, ഗെയിനിങ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് നോളജ്. അതിലാണ് റീഡിംഗ് ബിയോണ്ട് ദ ലൈൻസ് ആയിട്ട് പറയുന്നത്. ഇന്റൻസീവിലാണ്, ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു ഫൈൻഡ് എ വേർഡ് ഇൻ എ ഡിക്ഷണറി? ഓക്കെ, അത് വ്യത്യാസമായി. ഒരു വേർഡ് കിട്ടണം ഡിക്ഷണറിയിൽ. അപ്പോ നമ്മൾ ഏത് തരത്തിൽ നോക്കും? സ്കാനിങ് ആയിട്ട് ചെയ്യണം, അല്ലെ? ഇനി അടുത്തത്, ചൈൽഡ്സ് ഇൻകറക്റ്റ് അട്ടറൻസസ് കൺഫേം that the child is in the process of dash language. ഓ, ഏതാ? acquiring language. ഇന്നലെ വേറൊരെണ്ണം പഠിച്ചല്ലോ, എക്വയറിങ്ങും റഷ്യന്റെ എക്വയറിങ്ങും. പിന്നെന്താ? മോണിറ്റർ തിയറി, അല്ലെ? ഓർക്കണേ, അത് റഷ്യന്റെ ആണെന്ന്. വിച്ച് അപ്രോച്ച് ഈസ് ഗിയർഡ് ടുവേർഡ്സ് ലേണേഴ്സ് ഹൂസ് മെയിൻ ഗോൾ ഈസ് ടു യൂസ് ഇംഗ്ലീഷ് to communicate in the real world? Which approach is geared towards learners whose main goal is communication ആണ് മെയിൻ ഗോൾ എങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്തായാലും എടുക്കണം. സ്ട്രക്ചർ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ അതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സ്റ്റുഡൻസ് ഹു ലേൺ ബെസ്റ്റ് ത്രൂ ഫിസിക്കൽ റെസ്പോൺസ്. ഏതാ? ഫിസിക്കൽ റെസ്പോൺസിലൂടെ. ആൻഡ് ഹാവ് ഡിഫിക്കൽറ്റി sitting for long periods of time. കുറേ നേരം ഇരിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റുഡൻസ് who learn best through physical response
and have difficulty sitting for long periods of time are ഏതാ? Kinesthetic. ഫിസിക്കൽ ലേണിംഗിലൂടെ പഠിക്കുന്ന ഒരൊറ്റ എണ്ണം ഉള്ളോ? ഏതാ? Kinesthetic. കിനസ്തെറ്റിക്. ഒന്നുമില്ല, ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഈ കിനസ്തെറ്റിക്. ഓക്കെ, ഡൂ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ, അത് ചെയ്തിട്ട് വേഗം പഠിക്കും. പക്ഷെ ഇവർക്ക് അത് വെറുതെ ഒരു വാല് തന്നിരിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിസിക്കൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കിനസ്തെറ്റിക് ആണ്. ഓക്കെ, kinesthetic. The term high frequency words refers to words that appear most often in അങ്ങനെ ഇതിലാണ് വരുന്നത് എവറിഡേ കമ്മ്യൂണിക്കേഷനിൽ ഹൈ ഫ്രീക്വൻസി വേർഡ്സ്. അത് തന്നില്ല അല്ലേ? മറ്റവരുടെ അതില് വരുന്നുണ്ട്. ഏതാ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇന്നലെ എന്നോട് അയക്കാൻ പറഞ്ഞില്ലേ ഇമേജ്, ഞാൻ അയക്കാന്ന് പറഞ്ഞിട്ട് അയക്കാഞ്ഞത് ആരുടെ? 5 ഇന്നലെയൊക്കെ എന്നോട് പറഞ്ഞത്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ രീതിയിൽ ചോദിച്ചേക്കണം, ഇന്നത് ചോദിക്കണം. ഒന്ന് ഓർത്ത് പറഞ്ഞത് ഏതായിരുന്നു? എന്നോട് ഇന്നലെ അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ? ലാസ്റ്റ് ഭാഗമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓർക്കുന്നില്ല ഇന്നലെ പറഞ്ഞത്. ഇതുപോലെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ട് 5 പ്രിൻസിപ്പിൾ, 5 or 6 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ട് എന്നോട് ഇന്നലെ പറഞ്ഞില്ലേ? അതിലത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് ഈ ഫ്രീക്വൻസി വേർഡ്സ്. ഹൈ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, അത്രയാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വരുന്നത് ഏത് ഭാഗത്താണ്? എവറിഡേ കമ്മ്യൂണിക്കേഷനിൽ അല്ലേ? ഇനി schema theory is a process where learners draw from their own dash to understand a reading. Their own background knowledge നിന്നും to understand. Schema theory is a process where learners draw from their own background knowledge to understand a reading. An online discussion board where learners and teachers can connect can be called എല്ലാവരും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം. Okay, an online discussion board where learners and teachers can connect can be called as a forum. Okay. Some theories suggest that there is a certain time early in the learners called the dash when language acquisition can fully occur, called the critical period when the language acquisition can fully occur. Language acquisition complete ആയിട്ട് നടന്നു കഴിയുമ്പോൾ some theories suggest that there is a certain time early in the learners a critical period called the critical period. The term slight labor. The term sight vocabulary refers to common words that learners first spot and recognize when developing their reading skill. Reading അത് ഉള്ളത് തന്നെയാണ്. സൈറ്റ് വൊക്കാബുലറി നമ്മൾ അങ്ങനെ നെറ്റിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും സൈറ്റ് വൊക്കാബുലറി. അതായത് കാണുമ്പോൾ തന്നെ അത് വായിക്കാം. അത് സ്പെല്ലിങ് നോക്കിയിട്ടോ സൗണ്ട് നോക്കിയിട്ടോ അല്ല. കുട്ടികളെ വായിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുന്ന വേർഡ്സ് ആണ് സൈറ്റ് റീഡിങ്. എവിടെ കണ്ടാലും ആ വേർഡ്, അതായത് ഹെയർ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകളെ അപ്പൊ തന്നെ നമുക്ക് കിട്ടും. അത് സ്പെല്ലിങ്ങോ സൗണ്ടോ ഇതൊന്നും നോക്കാതെ തന്നെ അതിനെയാണ് സൈറ്റ് വൊക്കാബുലറി എന്ന് പറയുന്നത്. The term sight vocabulary refers to common words that learners first spot and recognize when developing their reading skill. Okay, reading skill develop ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ട വാക്കിനെ ഗ്രഹിക്കുകയാണ്, മനസ്സിലാക്കാനായിട്ട് കോമൺ വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനെയാണ് റീഡിംഗ് സ്കിൽ. Which of the following would be most suitable for an
interactive activity, interactive writing activity in classroom. Interactive writing capacity വരുന്നത് ഏതിലാ? Which of the following would be Writing a most chain suitable? story. അത് അർത്ഥം ക്ലിയർ ആയി കഴിഞ്ഞാൽ കിട്ടുക. Suitable for an interactive writing activity in classroom. Interactive interaction. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യന്റെ ഇന്ററാക്ഷൻ പറഞ്ഞു. എന്നിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അറിഞ്ഞ് പിടിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഇന്ററാക്ഷൻ വരിക. അപ്പോൾ suitable for an interactive writing activity in classroom. റൈറ്റിംഗ് എ പാരഗ്രാഫ് അല്ല, റൈറ്റിംഗ് എ റിപ്പോർട്ട് അല്ല, റൈറ്റിംഗ് ഡയറി ഒന്നുമല്ല, റൈറ്റിംഗ് എ ചെയിൻ സ്റ്റോറി. ഓക്കെ, അപ്പോഴാണ് കൂടുതൽ ഇന്ററാക്ഷൻ വരിക. വാട്ട് ഡു യു കോൾ an activity in which everyone can share their thoughts and ideas on a topic or a problem? ഇത് നമുക്ക് പഠിക്കാനുള്ള ഞാൻ Brainstorming. ഇത് ഞാൻ എഴുതി തന്നിട്ടില്ലേ? ഉണ്ട്, തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതോ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണോ കേട്ടോ? എനിവേ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട്. അതായത് എവ്രി വൺ ക്യാൻ ഷെയർ ദ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഓൺ എ ടോപ്പിക് ഓർ എ പ്രോബ്ലം. അത് വിത്തൗട്ട് മച്ച് പ്രിപ്പറേഷൻ. അപ്പൊ തന്നെ ഇത് ചോദിക്കാറുള്ളതാണ് എപ്പോഴും. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വല്ലാണ്ട് ചിന്തിച്ചു വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും മിണ്ടണ്ട, ഞാൻ മിണ്ടല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാല. അത് ചിന്തിക്കാതെ പറയുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്. Uncommon words and expressions used in a particular profession or academic field. ഇത് അറിയുന്നതാണ്. നോക്കൂ, ജാർഗൺ. ജാർഗണിന്റെ ഡെഫിനിഷൻ തന്നെയാണത്. അൺകോമൺ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ പ്രൊഫഷൻ ഓർ അക്കാഡമിക് ഫീൽഡ്. അവരുടെ പ്രൊഫഷനിൽ മാത്രം, അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, കോമൺ അല്ലാത്ത വാക്കുകൾ. ഓക്കെ, അങ്ങനെയുള്ള യൂസേജുകൾ ഓരോരുത്തർക്കും, ഡോക്ടർക്ക് ഡോക്ടറുടേതായിട്ടുള്ള, അത് ലോയേഴ്സിന്റേതായിട്ടുള്ള ഭാഷ. അത് അൺകോമൺ ആണ്, കോമൺ ആയിട്ടുള്ള വേർഡേ അല്ല. അൺകോമൺ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ യൂസ്ഡ്. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇത് പഠിക്കണേ. അൺകോമൺ ആയിട്ടുള്ള വേർഡ്സ് ഓർ എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ പ്രൊഫഷൻ. ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അസുഖം ഉണ്ടെന്ന് അപ്പുറത്തെ ഡോക്ടറോട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. കാരണം ദാറ്റ് ഈസ് യൂസ്ഡ് ജാർഗൺ. Language used for specific purpose like making suggestions, giving directions. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫങ്ഷണൽ ലാംഗ്വേജ്. ഇന്നലെയും വന്നോട്ട് അത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഫങ്ഷണൽ ലാംഗ്വേജ് ഇന്നലെ പറഞ്ഞില്ലേ? ഇന്നലെ ഫങ്ഷണൽ ഗ്രാമർ അല്ലേ പഠിച്ചത്? ലാംഗ്വേജ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് മേക്കിംഗ് സജഷൻസ്, ഗിവിംഗ് ഡയറക്ഷൻസ് ക്യാൻ ബി കോൾഡ് എന്താണ്? ഫങ്ഷണൽ ലാംഗ്വേജ്. ഓക്കെ, ഇനിയുള്ള ഭാഗങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. നമുക്ക് കുറച്ചും കൂടി ഉണ്ടോന്ന് സമയമായിട്ടുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും. ഇഫ് ലേണേഴ്സ് ആർ അസൈനിങ് മാർക്സ് ഓർ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, മാർക്കിട്ട് assigning marks or providing feedback to their learners. ശ്രദ്ധിച്ചോക്കെ, if learners are assigning marks or providing feedback to other learners, they are engaged in peer evaluation. അവരിൽ തന്നെ നമ്മൾ കൂട്ടായിട്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, എടി നിന്റെ അകത്ത് തെറ്റിച്ചോട്ടോ, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അത് അവർക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് നമ്മളുടെ ഇടയിൽ തന്നെ ആണ് peer evaluation. Most audio-lingual materials are designed to help learners develop their audio-lingual. എന്തിനു വേണ്ടിയിട്ടാ audio-lingual? എന്തിനാ കേൾക്കുന്നത്? ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. അതിലാണ് audio-lingual മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. സംശയമില്ല, അത് തന്നെയാണ് audio-lingual. പറഞ്ഞേക്ക് audio-lingual ഉപയോഗിക്കുന്നത് Study of rules related to proper sentence formation. Study of rules related to proper sentence formation. Proper sentence formationുമായിട്ട്
ആകുന്നതിനെയാണ് Syntax. സിൻടാക്സ്. Syntax. ഓക്കെ, നമ്മൾ വേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതിന് എന്ത് പഠിച്ചു? Semantic. വേർഡ് നേരത്തെ പഠിച്ചു ഇതിൽ തന്നെയല്ലേ? സെമാൻറ്റിക് ചേഞ്ചസ്, വേർഡ് Semantics. മീനിങ്ങുമായിട്ട്, സെമാൻറ്റിക് വേർഡുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ലാംഗ്വേജ് യൂസ് ടു ടോക്ക് അബൌട്ട് ലാംഗ്വേജ്. അത് അടിപൊളി. നോക്കൂ, വിച്ച് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ്, ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലാംഗ്വേജ് യൂസ് ടു ടോക്ക് അബൌട്ട് ലാംഗ്വേജ്. ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെറ്റാ ലാംഗ്വേജ്. മെറ്റാ ലാംഗ്വേജ് പഠിച്ചു വെക്കണ. ലാംഗ്വേജ് യൂസ് ടു ടോക്ക് അബൌട്ട് ലാംഗ്വേജ് ഇസ് കോൾഡ് മെറ്റാ ലാംഗ്വേജ്. ടീച്ചേഴ്സ് യൂസസ് ഓൺലി ഇംഗ്ലീഷ്, ഓൺലി ഇംഗ്ലീഷ്, ബട്ട് സ്റ്റുഡൻസ് ക്യാൻ യൂസ് ഇംഗ്ലീഷ് ഓർ ദെയർ ഫസ്റ്റ് ലാംഗ്വേജ്. സാഹചര്യമാണ് ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് മാത്രം, പക്ഷെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷോ ഓർ ദെയർ ലാംഗ്വേജ് ഉപയോഗിക്കാം. The teacher does not correct mistakes when students speak English. Students can start speaking English when they are ready. This is known as natural approach. ടാസ്ക് ബേസ്ഡ് അല്ല, ടാസ്ക് കൊടുത്തിട്ടൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. ഗ്രാമർ ട്രാൻസ്ലേഷൻ അപ്രോച്ച് എന്തായാലും നമ്മൾ എഴുതില്ല, ലെക്സിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ നാച്ചുറൽ അപ്രോച്ച് ആണ് അത് വരുന്നത്. An example of development disorder. An ADHD. example of development disorder is development disorder. Autistic spectrum disorders. Autistic spectrum. Okay. According to Noam Chomsky, ഓർക്കണ നോം ചോംസ്കിയുടെ കാര്യങ്ങള്, language learning is a process of റൂൾ ഫോർമേഷൻ. അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തില് ലാംഗ്വേജ് ലേണിംഗ് ഇസ് എ പ്രോസസ് ഓഫ് റൂൾ ഫോർമേഷൻ. ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റിസീവ് പ്രയോറിറ്റി ആൻഡ് ദ ടീച്ചേഴ്സ് റോൾ ഇസ് ആൻ ഫെലിസിറ്റേറ്റർ. ടീച്ചർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടന്നാൽ മതി. മെയിൻ റോൾ കൊടുക്കുന്നത് സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റിനോടാണ്. Student centered. അത് എന്തായാലും സ്റ്റുഡന്റ് സെന്റേർഡ് ആണ് നമ്മുടെ ഇതിൽ ഓപ്ഷൻ ഒന്നാമത്തെ. ടീച്ചർ സെന്റേർഡ്, സ്റ്റുഡന്റ്, സ്കൂൾ സെന്റേർഡ് ആണ് ആദ്യത്തെ അല്ലെ. സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ട് ആൻസർ ഓഫ് കോഴ്സ്. നെക്സ്റ്റ്, വിച്ച് തിയറി stresses the importance of integrating listening. Which theory stresses the importance of integrating listening, speaking, reading and writing? ഈ 3 സ്കില്ലുകള് ഇന്റഗ്രേറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ലിസണിങ്, സ്പീക്കിംഗ്, 4 നോക്കൂ. ഇന്റഗ്രേറ്റ്, 4 ഇന്റഗ്രേറ്റ് ചെയ്യാൻ വിച്ച് തിയറി stresses the importance of integrating listening, reading, writing, speaking? ഏത് വരും? Whole language. Whole language hypothesis. Whole language. Comprehensible input അല്ല, അഡിക്റ്റീവ് മോഡൽ അല്ല. All language hypothesis. Okay. First the teacher presents the present perfect. Next, the students try using in structured exercise. Finally, the students try to have a conversation together using the present perfect. This is known as നമ്മൾ നോക്കിയിട്ടേ ഇല്ല ഈ ഏരിയ കേട്ടോ. പ്രസൻസ് ദ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. Next, the students try using it in structured exercise. Finally, the students try to have a conversation together using the present perfect. This is known as അറിയില്ല, നോക്കാം. പവർ പോയിന്റ് പ്രസന്റേഷൻ ആണോ എന്നുള്ളതിൽ എനിവേ PPT. Which of the following may occur in expressive language disorder?
എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡറിൽ വരുന്നത് ഏത്? ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്പീച്ച്. എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ, എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ ആണ് വരുന്നത്. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്പീച്ച്. ഡിഫിക്കൽറ്റി ഇൻ ലേണിംഗ് ന്യൂ വേർഡ്സ്. ഡിഫിക്കൽറ്റി ഇൻ ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ്. All of the above ഉണ്ടെങ്കിൽ of course അതാണ് answer. In the dash method, learners are introduced to one learning item at a time with the hopes that mastering each skill will eventually lead to learning a language. ഇതാണ് ഫ്രം ഫോക്കസ്ഡ് ടാസ്ക് എന്നുള്ളതാണ് അതിന്റെ മീനിങ് ഇതായിട്ട് വന്നിരിക്കുന്നത്. Which is an episodic series of spoken word digital audio that can be downloaded or stressed or streamed, that can be downloaded. Podcast. Which is an episodic series of spoken word digital audio that can be downloaded and streamed. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോഡ്കാസ്റ്റ്. പിന്നീടാണെങ്കിലും അത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ക്യാൻ ബി കോൾഡ് ആൻ ഒത്തന്റിക് ടെക്സ്റ്റ്. ഒത്തന്റിക് ടെക്സ്റ്റ് ആയിട്ട് കോഴ്സ് ബുക്ക്, ഗ്രേഡഡ് റീഡ്, വർക്ക് ബുക്ക്, ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾ. അത് ഒത്തന്റിക് ആയാൽ മാത്രമാണ് എഴുതുക. Then ability to read and speak well. Read, speak ചെയ്യണം, വായിക്കാനും. Well, and to express oneself without effort is called fluency. The ability to read and speak well and to express oneself without effort is called എന്താ പറയുന്ന? fluency. To read and speak, fluency ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ചെയ്ത് നോക്കണം. ഞാനിത് ചെയ്തു. എനിവേ വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ ഇന്ന് തന്നെ സെൻഡ് ചെയ്യാം വിതൗട്ട് ആൻസർ. യു മേ ജസ്റ്റ് ട്രൈ ടു യൂസ് ഇറ്റ്, ട്രൈ ടു റൈറ്റ് ഇറ്റ്, യു വിൽ ഗെറ്റ്